നമസ്കാരം. എഡ്യൂകോസിന്റെ JABയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സീനിയർ ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്ത വി ഗോവികുട്ട സാറാണ്. സാറിനെ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ സ്റ്റാർട്ട് ചെയ്യും. ഗുഡ് ഈവനിങ്. നമുക്ക് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പർ ആരംഭിക്കാം. അപ്പോ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു മൊഡ്യൂളാണ് എടുക്കുക. മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഈ പേപ്പർ മൊത്തം. ശരി, അപ്പൊ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് ആരംഭിക്കാം. ശരി, ഓക്കെ. നമുക്ക് ഇന്ന് നമ്മൾ പറയുന്നത് ഒന്നും രണ്ടും, യൂണിറ്റ് 1, യൂണിറ്റ് 2, അത് രണ്ടുമാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അത് എത്രത്തോളം തീരുമെന്നറിയില്ല, എങ്കിലും നമുക്ക് 1ഉം 2ഉം തുടങ്ങാം. ഈ ഒന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് അധികം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്കൊരു ബോറായി തോന്നും. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റാൻഡേർഡ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. പക്ഷെ അപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് തന്നെ കുറെ സ്റ്റാൻഡേർഡുകൾ ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ പിന്നെ അതിന്റെ ബാക്കി വരുന്ന സ്റ്റാൻഡേർഡുകളാണ് പറയേണ്ടത്. അത് നിങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ പഴയതൊക്കെ കണ്ട സ്ഥിതിക്ക് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ചിലപ്പോഴൊക്കെ 2 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചോദിക്കും. ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്, അങ്ങനെ ചോദിക്കാം. ശരി, അപ്പൊ നമുക്ക് ഈ യൂണിറ്റ് 1ഉം 2ഉം ചേർത്താണ് തുടങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂണിറ്റ് 2ആണ്. യൂണിറ്റ് 2ലാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു 3 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് മാത്രമേ ഉണ്ടാവും. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ. അപ്പോ നമുക്ക് തുടങ്ങാം. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയാം? റിയലി അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. തുടക്കമായതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡ് അല്പം ഒന്ന് കുറച്ചിട്ട് മുമ്പോട്ട് നീങ്ങാം. പക്ഷെ കാലക്രമേണ നമുക്ക് സ്പീഡിൽ പോയാലേ തീരത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കും എന്ന് എനിക്കറിയാം. ശരി, അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഇനി നമുക്കറിയേണ്ടത്, ഫോർ വാട്ട് പർപ്പസ് ദ ബിസിനസ് യൂണിറ്റ്സ് ആർ യൂസിങ് ദിസ് ലാംഗ്വേജ്. എന്തിനാണ് ബിസിനസ്സിന് ഇങ്ങനെ ഒരു ലാംഗ്വേജ് എന്നുള്ളത്? അതിന്റെ കാരണം, ബിസിനസ് എന്ന് പറയുമ്പോൾ എങ്കും തനിയെ ഉണ്ടാവാറില്ല. ബിസിനസ് യൂണിറ്റ്സ് ആർ ഓർഗനൈസ്ഡ് ബൈ പേഴ്സൺസ് ഓർ ഇൻഡിവിജ്വൽസ്. അല്ലാതെ ബിസിനസ് യൂണിറ്റ് എങ്ങും സ്പോണ്ടേനിയസ് ആയി വളർന്നു വരുന്ന ഒന്നല്ല. അത് ഒരാള് അല്ലെങ്കിൽ കുറെ പേര് ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ബിസിനസ്. ഒന്നുകിൽ ഒരാൾ അല്ലെങ്കിൽ കുറെ അധികം ആളുകൾ നടത്തുന്നതാണ്.
The investment made by a person or a group of persons for the purpose of increasing the value of investment. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ മൂല്യം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ബിസിനസ് എന്ന് പറയാം. അപ്പൊ ഞാനോ നിങ്ങളോ ആരെങ്കിലും പണം മുടക്കിയാൽ മാത്രമേ ബിസിനസ് ഉണ്ടാവൂ. അപ്പൊ എന്റെ പണം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ. ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുന്നത്, നിങ്ങളെ കയ്യിൽ നിന്ന് 50,000 രൂപ വാങ്ങി ബിസിനസ്സിലിട്ടു. അപ്പൊ ആ ബിസിനസിന്റെ മൊത്തം അസറ്റ് എന്ന് പറയുന്നത് ആ 1 ലക്ഷം 1.5 ലക്ഷം രൂപയാണ്. അതിന്റെ ലയബിലിറ്റിയും അത്ര തന്നെ ആയിരിക്കും. അതിന്റെ കാര്യം എന്താണെന്ന് പറയാം. കാരണം എന്റെ കയ്യിൽ പണമൊന്നുമില്ല. ഒന്നുമില്ലാത്ത ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് 5,000 രൂപ കടം വാങ്ങിയാൽ എനിക്ക് 5,000 രൂപയുടെ അസറ്റായി. അതേ സമയം തന്നെ 5,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരേണ്ട ബാധ്യത എനിക്ക് ഉണ്ടാകുന്നു. 5,000 രൂപയുടെ ലയബിലിറ്റി ഉണ്ടാവും. അപ്പൊ ഒരു ബിസിനസ്സിന് എന്തുമാത്രം അസറ്റ് ഉണ്ടാകുമോ അത്രയും തന്നെ ലയബിലിറ്റി ഉണ്ടാകും. കാരണം ബിസിനസ്സിനുള്ളതൊന്നും ബിസിനസ്സിൻ്റെതല്ല, അത് ആരെങ്കിലുമൊക്കെ കൊടുത്തതാണ്. സംടൈംസ് ഇറ്റ് മേ ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓണർ ഓർ ക്രെഡിറ്റേഴ്സ് ഓർ ബാങ്ക്, അല്ലെ? അങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ കിട്ടിയതായിരിക്കും. അപ്പൊ ബിസിനസ്സിന് അസറ്റ് എത്രയുണ്ടോ അത്രയും തന്നെ ലയബിലിറ്റി കാണും. ഞാൻ പറഞ്ഞു വന്നത്, ബിസിനസ് ആരെങ്കിലുമൊക്കെ പണം മുടക്കി ഉണ്ടാക്കുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓണറാണ്. അപ്പൊ ഓണർ എന്നുള്ള നിലയിൽ എനിക്കറിയണം ഈ ഞാൻ മുടക്കിയ പണം whether the funds are being profitably utilized or not, ഇത് വളരെ ലാഭകരമായിട്ടാണോ അല്ലയോ ഉപയോഗിക്കുന്നത് എന്ന് എനിക്കറിയണം. നിങ്ങളെ കയ്യിൽ നിന്ന് 50,000 രൂപ കടം വാങ്ങി ഞാൻ ബിസിനസ്സിലിട്ടപ്പോ നിങ്ങൾക്കറിയണം ഈ ബിസിനസ്, അതായത് whether the business has the sound financial position to repay this loan or to repay this amount. ഈ എമൗണ്ട് തിരിച്ചു തരാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ആ ബിസിനസ്സിനുണ്ടോ എന്ന് നിങ്ങൾക്കറിയണം. കടം വാങ്ങുന്ന എല്ലാവർക്കും ആരൊക്കെ കടം തന്നാലും അവർക്ക് എങ്ങനെയാണ്, അവർക്കത് അറിയണം. അപ്പോ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെടുന്നവർ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ബിസിനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയണം. എനിക്ക് അത് ലാഭകരമായിട്ടാണോ, എങ്ങനെയാണ് ആ ബിസിനസ്സിന് പണം ഉപയോഗിക്കുന്നത്, വെദർ ദ ഫണ്ട്സ് ആർ ബീയിങ് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെദർ ദ കൺസേൺ ഈസ് ഏബിൾ ടു റീപേ ദ ലോൺ, ഈ ലോൺ തിരിച്ചു തരാൻ സ്ഥാപനത്തിന് കഴിയുമോ, ഇത് നിങ്ങൾക്കറിയാം. അങ്ങനെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതുമായി ഇടപെടുന്ന ഓരോരുത്തർക്കും ബിസിനസിന്റെ വിവരങ്ങൾ അറിയണം. ഇതറിയാൻ വേണ്ടി ബിസിനസ് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. എന്തിനാണ് ഈ ലാംഗ്വേജ് ഉപയോഗിക്കുക? ഈ ലാംഗ്വേജ് ബിസിനസ് ഉപയോഗിക്കുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓണേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, എംപ്ലോയീസ് ആവാം, പിന്നെ ഗവൺമെന്റ് ആവാം, ജനറൽ പബ്ലിക് ആവാം, ഇൻകം ടാക്സ് അതോറിറ്റീസ് ആവാം, GST അതോറിറ്റീസ് ആവാം, ആരെങ്കിലും ഒക്കെ ആവാം. അവർക്ക് ബിസിനസിന്റെ വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ബിസിനസിന്റെ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ബിസിനസിന് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതിനുവേണ്ടി ബിസിനസ് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇനി നമുക്ക് പറയാം, കുറച്ചുകൂടി ആധികാരികമായി നമ്മൾ പറയുമ്പോൾ ബിസിനസ് ഒരു ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞാൽ ഉപരിയായി നമുക്ക് പറയാം ബിസിനസ് അല്ല, അക്കൗണ്ടിങ് ഒരു ലാംഗ്വേജ് ആണ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഈ ലാംഗ്വേജ് എന്തിനു ഉപയോഗിക്കുന്നു വെച്ചാൽ യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ്. ഇനി നമുക്കറിയേണ്ടത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, measuring, recording, classifying, summarizing, analyzing, interpreting, and communicating the financial information to the interested parties in the form of financial statements. അതായത്
അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ഐഡന്റിഫൈങ്, മെഷറിങ്, റെക്കോർഡിംഗ്, classifying, summarizing, analyzing, interpreting, and communicating the financial information to the interested parties in the form of financial statements. ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയും യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. അപ്പൊ എന്താണ് ഈ ഐഡന്റിഫൈങ്? എല്ലാം നമുക്ക് വളരെ വ്യക്തമായി പറയാൻ സമയമില്ല, അത് പറഞ്ഞു. ഐഡന്റിഫൈങ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ ഒരു ഇടപാട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഹാവ് ടു ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് എ ബിസിനസ് ഈവന്റ് ഓർ നോട്ട്. അതൊരു ബിസിനസ് ഇടപാടാണോ അല്ലയോ എന്നറിയണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊരു ബിസിനസിന്റെ പ്രൊപ്പറേറ്ററാണ്. ഞാൻ ബിസിനസ്സിലേക്ക് 1 lakh rupees കൊണ്ടുവന്നു. ദറ്റ് ഈസ് ക്യാപിറ്റൽ. ദറ്റ് ഈസ് എ ബിസിനസ് ഈവന്റ്. ദറ്റ് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. പണം ബിസിനസ്സിലേക്ക് വന്നു. ബിസിനസ്സിൽ നിന്ന് 5000 രൂപ തിരിച്ചെടുത്തിട്ട് ഞാൻ ഒരു സൈക്കിൾ വാങ്ങി. ദറ്റ് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ബിക്കോസ് ക്യാഷ് ഈസ് വിത്ഡ്രോൺ ബൈ ദി പ്രൊപ്പറേറ്റർ ഫ്രം ദി ബിസിനസ്. അത് ഏത് പർപ്പസും ആയിക്കോട്ടെ, ബിസിനസ്സിൽ നിന്ന് പ്രൊപ്പറേറ്റർ പണം എടുത്തു. ദാറ്റ് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഇറ്റ് വിൽ അഫക്ട് ദ ബിസിനസ്. അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത് എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് അല്ലെങ്കിൽ ഒരു സാരി വാങ്ങി. അപ്പൊ ഞാൻ സാരി വാങ്ങിയെന്ന് പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എൻ്റെ പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തതാണ്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്ത് എൻ്റെ മകന് ഒരു ബൈക്ക് വാങ്ങി കൊടുത്തു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു TV വാങ്ങി. ഇതൊക്കെ എൻ്റെ പ്രൈവറ്റ് ട്രാൻസാക്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻസിന് ബിസിനസ്സിനുമായി യാതൊരു ബന്ധവുമില്ല. ബന്ധമില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ സൈക്കിൾ വാങ്ങി, അത് എവിടുന്ന് വാങ്ങിയെന്ന് ചോദിച്ചാൽ ഫ്രം ദി മണി ഫ്രം മൈ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്. എൻ്റെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തു വാങ്ങി. ഇത് ബിസിനസ് ഇടപാടല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ബിസിനസ് ഇടപാടുകൾ തരുമ്പോൾ ആദ്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇതിൽ ഏതാണ് ബിസിനസ് ഇടപാട് അല്ലാത്തത്. ദാറ്റ് ഈസ് ഐഡന്റിഫൈ. മെഷറിംഗ് മീൻസ് ഓൾ ദി ട്രാൻസാക്ഷൻസ് ആർ ടു ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി. പണം കൊണ്ട് അളക്കാൻ കഴിയുന്ന ഇടപാടുകൾ മാത്രമേ ബുക്കിൽ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം നോക്കേണ്ടത് ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്, ടു ഐഡന്റിഫൈ വെദർ ഇറ്റ് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഓർ നോട്ട്. രണ്ടാമത്തെ പ്രശ്നം ഇതാണ്, ഈ ട്രാൻസാക്ഷൻ പണത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ പറ്റുന്നതാണോ? ഈ ട്രാൻസാക്ഷന് നമുക്ക് പണം കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതാണോ? ആണെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഓൾ ദി ട്രാൻസാക്ഷൻസ് ആർ ടു ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി. അങ്ങനെ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ഇടപാടാണെങ്കിൽ കളഞ്ഞേക്കണം. അപ്പോ ഇതാണ് മെഷറിംഗ്. ഐഡന്റിഫൈങ്, മെഷറിംഗ്, ദെൻ റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് മീൻസ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ. ബിസിനസ്സിലെ ഇടപാടുകൾ എഴുതുന്നതിന് 2 ബുക്കുകളുണ്ട്. ഒന്നിനെ ജേണൽ എന്നും മറ്റൊന്നിനെ ലെഡ്ജർ എന്നും പറയും. ജേണൽ ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. ലെഡ്ജർ ഈസ് ദ സെക്കൻഡ് ബുക്ക്. റെക്കോർഡിംഗ് മീൻസ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ. ജേണലിൽ ബിസിനസ് ഇടപാടുകൾ എഴുതുന്ന പ്രവൃത്തിക്കാണ് റെക്കോർഡിംഗ് എന്ന് പറയാം. റെക്കോർഡിംഗ് മീൻസ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ. ജേണൽ ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. അതിലേക്ക് നമുക്ക് പിന്നെ പോവാം. അപ്പൊ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇടപാടുകൾ ആദ്യമായി എഴുതുന്ന ബുക്ക് ഏതാണോ അത് ജേണലാണ്. ആ ബുക്കിൽ ബിസിനസ് ഇടപാടുകൾ എഴുതുന്ന പ്രവൃത്തിക്കാണ് റെക്കോർഡിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേര് ജേണലൈസിങ് എന്ന് പറയും. പോട്ടെ. Then classifying. Classifying means recording transactions in the ledger. വളരെ ലളിതമായി പറയുമ്പോൾ നമുക്ക് അത്തരം പറയാം. സെക്കൻഡ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്, അതാണ് ലെഡ്ജർ. അപ്പൊ ക്ലാസിഫൈങ് എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ലെഡ്ജർ ആൻഡ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്. ഇടപാടുകളെല്ലാം ലെഡ്ജറിൽ എഴുതുക, അക്കൗണ്ടുകളെല്ലാം ബാലൻസ് ചെയ്യുക. ഇതിനെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ക്ലാസിഫൈ. ദെൻ സമ്മറൈസിങ്. ഐഡന്റിഫൈങ്, മെഷറിംഗ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഇത് ഈ അടുക്കിന് വേണം പറയാൻ. സമ്മറൈസിങ് മീൻസ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഇടപാടുകളെല്ലാം
ലെഡ്ജറിൽ എഴുതുന്നു, അക്കൗണ്ടുകളെല്ലാം ബാലൻസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു. ദെൻ സമ്മറൈസിങ് എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇവകളൊക്കെ ഉണ്ടാക്കുന്നു. This trading profit and loss account is prepared to ascertain, or it is prepared to find out the financial performance of the business, and the balance sheet is prepared to find out the financial position of the business. ഒന്ന് ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാനും മറ്റൊന്ന് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനും ആയിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ. ഈ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയാം. അപ്പൊ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, സിംപ്ലി വി കൻ സീ ഇറ്റ്, നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ അതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയുക. സമ്മറൈസിങ് മീൻസ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ദെൻ അനലൈസിങ്. അനലൈസിങ് എന്ന് പറയുമ്പോൾ the examination of financial data in the financial statements to draw or to arrive some conclusions. അതായത് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി, ചില ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി, ഡ്രോയിങ് കൺക്ലൂഷൻസ് ഓർ ടേക്കിംഗ് ഡിസിഷൻസ്, we have to analyze the financial data in the statements. ഈ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി പഠിക്കുന്നു? ടു അസർടൈൻ ഓർ ടു നോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ഡേറ്റ. ഈ ഡേറ്റകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നതിനെ കുറിച്ച് പഠിക്കണം. അത് നമ്മൾ പിന്നീട് പഠിക്കും. അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നു. ദാറ്റ് ഈസ് അനലൈസിങ്. അനലൈസിങ് മീൻസ് എക്സാമിനേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഫിനാൻഷ്യൽ ഡേറ്റ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ദെൻ ഇന്റർപ്രിറ്റിംഗ്. ഇന്റർപ്രിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അനാലിസിസിലൂടെ, അനലൈസിങ് നടത്തുന്നതിലൂടെ നമുക്ക് ചില വിവരങ്ങൾ കിട്ടും. അത് ഉപയോഗിച്ച് അത് നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ദ അനാലിസിസ്, ദ റിസൾട്ട് derived from analysis should be used for the purpose of conducting the future business. That is interpretation. അതിനെ നമുക്ക് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയാം. ദെൻ അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് all the financial information or accounting information should be communicated in the form of financial statements to the users of financial statements. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് കാണാനും പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എനിക്കൊരു സ്ഥാപനമായിട്ട് ഒരു ഇടപാടുമില്ല, 5 പൈസയുടെ മുടക്ക് എനിക്കില്ല. പിന്നെ ആ സ്ഥാപനത്തിന്റെ ലാഭനഷ്ട കണക്ക് കാണാനോ അവരുടെ ആസ്തി ബാധ്യത കണക്ക് കാണാനോ എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ എന്നെ പോലെ ആവണമെന്നില്ല എല്ലാവരും. പലർക്കും ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ ഷെയർ ഹോൾഡർ ആയിരിക്കാം, മറ്റൊരാള് പണം കടം കൊടുത്തതായിരിക്കാം, മറ്റൊരാള് കടം കൊടുത്ത ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ GST ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കാം, എനിവേ, അല്ലെങ്കിൽ ജനറൽ പബ്ലിക് അതിൽപ്പെട്ട ഒരാളായിരിക്കും. അവർക്കൊക്കെ പലപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ, ആ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ പെർഫോമൻസും അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും. അവർ ഇത് എങ്ങനെ അറിയും? അവർക്ക് ആ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷനും ആ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസും അറിയുന്നത് only by seeing the financial statements published by the concern. ആ സ്ഥാപനം ഇഷ്യൂ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. സംടൈംസ് ഇറ്റ് മേ ബി ഓണേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഓർ ജനറൽ പബ്ലിക് ഓർ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഓർ സെയിൽ ടാക്സ് അതോറിറ്റീസ് ഓർ ഗവൺമെന്റ്, ആര് വേണമെങ്കിലും ആവാം. ഒരു ബിസിനസിന്റെ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ, അവർ ആ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കുന്നത്. അവർ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അക്കൗണ്ടിങ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് which is used for the purpose of communicating financial information to the interested parties എന്ന് പറഞ്ഞാൽ users in the form of financial statements. ഇതാണ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയാം. അപ്പോ ഐഡന്റിഫൈങ്, മെഷറിങ്, റെക്കോർഡിങ്, ക്ലാസിഫൈങ്
analyzing, classifying, summarizing, analyzing, interpreting, and communicating the financial information in the form of financial statements to the users. Okay? In accounting, American Institute of Certified Public Accountants എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഈ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ എന്താണെന്ന് അറിയാമോ? ആ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. ആർട്ട് ആൻഡ് സയൻസ് പറഞ്ഞിട്ടല്ല, ആർട്ട്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. നിങ്ങളതിന് ചുമ്മാ കേട്ടാൽ മതി, നോട്ട്സിലുണ്ട്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് അതൊക്കെ എന്താണെന്ന് നമുക്കറിയാലോ. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്. ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതും ക്ലാസിഫൈ ചെയ്യേണ്ടതും സമ്മറൈസ് ചെയ്യേണ്ടതും എന്താണ്? ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് which are in part at least of financial character. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്വഭാവമുള്ള ഇടപാടുകളും സംഭവങ്ങളും റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം. The act of recording, classifying and summarizing in a significant manner and in terms of money the transactions and events which are in part at least of financial character and interpreting the results thereof. It is a definition given by AICPA എന്ന് പറയും. AICPA, American Institute of Certified Public Accountants. Accounts അല്ല, അക്കൗണ്ടന്റ്, ഒരു കൂടി അക്കൗണ്ടൻസ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ അമേരിക്കയിലുള്ള സ്ഥാപനമാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് അവിടെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയും, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. നിങ്ങൾ ആ ഡെഫിനിഷൻ ചുമ്മാ ഒന്ന് കണ്ട് കേട്ട് വെച്ചിരുന്നാൽ മതി. അതിനകത്തേക്ക് ഇറങ്ങി വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. അപ്പൊ ഇത്രയുള്ളൂ. അമേരിക്കൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിങ് ഈസ് an art of recording, classifying and summarizing in a significant manner and in terms of money the transactions and events. അത് ഞാൻ പറഞ്ഞുതരാം. Transactions and events which in part at least of financial character and interpreting the results thereof. അപ്പൊ ഈ റെക്കോർഡ് ചെയ്യേണ്ടതും ക്ലാസിഫൈ ചെയ്യേണ്ടതും സമ്മറൈസ് ചെയ്യേണ്ടതും ഒന്ന് ബിസിനസ് ഇടപാടുകളും സംഭവങ്ങളുമാണ്. അതെന്താണെന്ന് പറയട്ടെ. ബിസിനസ് എന്താണ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ? ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ, എനി എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത്. പണത്തിന്റെയോ പണ വിലയുള്ളതിന്റെയോ ഇടപാടുകളെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, പർച്ചേസ് ഓഫ് ഗുഡ്സ്, സെയിൽ ഓഫ് ഗുഡ്സ്, receipt of cash, payment of cash, all of these are transactions. ഇതെല്ലാം ട്രാൻസാക്ഷൻസ് ആണ്. all of these are business transactions. ഇവയെല്ലാം തന്നെ ബിസിനസ് ഇടപാടുകളാണ്. പക്ഷേ അപ്പോഴും നിങ്ങൾ അറിയേണ്ടത് സാധനങ്ങൾ വാങ്ങുന്നതും സാധനങ്ങൾ വിൽക്കുന്നതും പണം വാങ്ങുന്നതും പണം കൊടുക്കുന്നതും ഇതാണോ പണവിലയുള്ള ഏതൊന്നിന്റെയും കൈമാറ്റത്തെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമെന്നാ പറഞ്ഞേ. എനി എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത്. ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ് ഓർ സെല്ലിങ് ഓർ എനി അതർ എക്സ്ചേഞ്ച് ഇൻ എ വാല്യൂ. അതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ കൊടുക്കലും വാങ്ങലും മാത്രമാണോ ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത്. ഒരു ചായക്കടക്കാരൻ ചായ ഒഴിച്ചു കൊടുക്കുമ്പോൾ, ചായ ഒഴിച്ച് കൊടുത്തിട്ട് 10 രൂപ അല്ലെങ്കിൽ 15 രൂപ വാങ്ങുമ്പോൾ ദാറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ. ചായ ഒഴിച്ച് കടത്തിന് കൊടുത്താലും ട്രാൻസാക്ഷൻ ആണ്. കാരണം ഈ കൊടുക്കുന്നത് ചായയാണ്, അതിനൊരു മണി വാല്യൂ ഉണ്ട്. ഇങ്ങനെ കൊടുക്കലും വാങ്ങലും മാത്രമല്ല ട്രാൻസാക്ഷൻ. ആ ചായ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്ന്, അതായത് ആ കടക്കാരന്റെ ചായ ഒഴിച്ച കടക്കാരന്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് തറയിൽ വീണ് പൊട്ടിപ്പോയാൽ ദാറ്റ് ഈസ് ആൻ ഈവന്റ്. അതൊരു ഈവന്റ്, അതൊരു എക്സ്ചേഞ്ച് അല്ല. നമ്മുടെ ബിസിനസ്സിൽ കള്ളം കയറിയാൽ അതൊരു ഈവന്റാണ്. ദാറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ചേഞ്ച്. നമ്മുടെ ബിസിനസ്സിൽ ഒരു തീപിടുത്തമുണ്ടായി, അത് ഒരു ഈവന്റാണ്. അപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ദാറ്റ് ഈസ് ആൻ ഈവന്റ്, അതൊരു എക്സ്ചേഞ്ച് അല്ല.
പക്ഷേ ഈ ഈവന്റുകൾക്കൊക്കെ നമ്മുടെ ബിസിനസിന്റെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ അത് ഒരു ട്രാൻസാക്ഷൻ പോലെയാണ്. അതായത് if an event has an impact on the financial position, that event is considered as a business transaction. അതൊരു ട്രാൻസാക്ഷൻ ആയി പരിഗണിക്കാം. അപ്പോ ഈ ഗ്ലാസ് വീണ് പൊട്ടിപ്പോയാൽ അത് അവന്റെ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചു. That is an event. That is a business event. It is considered as a transaction. അതുകൊണ്ട് ഈവൻസ്, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് എന്ന് പറഞ്ഞു. ബിസിനസ്സിൽ കള്ളം കയറി കുറെ സാധനം അടിച്ചുകൊണ്ട് പോയാൽ ദറ്റ് ഈസ് റിയലി ആൻ ഈവന്റ്. നമ്മൾ കള്ളനൊന്നും കൊടുത്തിട്ടില്ല, അവൻ എന്തെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ട് എങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ഈവന്റ് വിൽ അഫക്ട് ദ ബിസിനസ് ഫിനാൻഷ്യലി. അത് ബിസിനസ്സിനെ സാമ്പത്തികമായി ബാധിക്കുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ. ആ ഈവന്റ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആയി കണക്കാക്കണം. ഒരു ആക്സിഡന്റ് കൊണ്ട് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈവന്റ് ഈസ് കൺസിഡർഡ് ആസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോ റെക്കോർഡ് ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻസും ഈവൻസും ആണ്. ഈവൻസ് എന്ന് അപ്പൊ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്: എനി എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത്, or any event in business which has an impact on the financial position of the business, or which makes a financial impact in the business. ബിസിനസ്സിൽ ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഇടപാടുകളോ സംഭവങ്ങളോ നടന്നാൽ അതെല്ലാം ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് പറഞ്ഞതും അത് തന്നെയാണ്. അക്കൗണ്ടിങ് ഇസ് an art of recording, classifying and summarizing in a significant manner and in terms of money the transactions and events which impart at least a financial character and interpreting the results thereof. ഇത് അവരുടെ ഡെഫിനിഷൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ട്, ഞാൻ കാണാൻ പഠിച്ചിട്ട് പറയാണ്, നിങ്ങൾ അങ്ങനെ പറയണം, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പഠിച്ചു എന്ന് മാത്രമേ. ദെൻ ഇനി നമുക്കറിയാം, അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതാണെങ്കിൽ വാട്ട് ഈസ് അക്കൗണ്ടൻസി? അക്കൗണ്ടൻസി എന്ന് പറയുന്നത് the compilation of accounts, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്ന അക്കൗണ്ടൻസി ഈസ് ദ സിസ്റ്റമാറ്റിക് നോളജ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ സിസ്റ്റമാറ്റിക് നോളജ് ആണ് അക്കൗണ്ടൻസി എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ അത് അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ റിയലി തിയറി, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ. അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് കോമ്പിലേഷൻ ഓഫ് അക്കൗണ്ട്സ് വിച്ച് enables one to know the financial position of the business or to know the state of affairs of the concern. ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ the compilation of accounts, അക്കൗണ്ടുകളുടെ ഒരു സമാഹാരം നടത്തി കൊടുക്കുന്നു. അല്ലെങ്കിൽ അക്കൗണ്ടുകളുടെ ഒരു സമാഹാരത്തിലൂടെ, കോമ്പിലേഷൻ എന്ന് പറഞ്ഞാൽ സമാഹാരം എന്നാണ്, കോംപ്രിഹെൻഷൻ. അക്കൗണ്ടുകളുടെ ഒരു സമാഹാരത്തിലൂടെ ഏതെങ്കിലും ഒരാളിൽ ആ ബിസിനസിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, ആ ബിസിനസിന്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയും, അതിനെക്കുറിച്ചൊരു ധാരണ ഒരാളിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് അക്കൗണ്ടൻസി എന്ന് പറയുക. അക്കൗണ്ടൻസി ഈസ് എ കോമ്പിലേഷൻ ഓഫ് അക്കൗണ്ട്സ് which enables one to know the state of affairs of the concern. ഒരു സ്ഥാപനത്തിന്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ കുറിച്ച് ഒരു അവയർനെസ് ഒരാളിന് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു കൂട്ടം അല്ലെങ്കിൽ അക്കൗണ്ടുകളുടെ ഒരു സമാഹാരത്തിലൂടെ കഴിയും. അങ്ങനെ അതിനെയാണ് അക്കൗണ്ടൻസി എന്ന് വിളിക്കുക. അപ്പൊ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിയറിയാണ്. ഇപ്പൊ നമ്മൾ പറയട്ടെ, നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെന്നിരിക്കട്ടെ, ബാങ്കിൽ അക്കൗണ്ടന്റ്. നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വാട്ട് ഈസ് എ പ്രൊഫഷൻ ഓഫ് അക്കൗണ്ടന്റ്? ഇപ്പൊ ഡോക്ടറുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയാം. അഡ്വക്കേറ്റിന്റെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ലീഗൽ പ്രൊഫഷൻ എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് എ പ്രൊഫഷൻ ഓഫ് അക്കൗണ്ടന്റ്? അക്കൗണ്ടൻസിയാണ്, അക്കൗണ്ടിങ് അല്ല. അക്കൗണ്ടൻസിയാണ് അക്കൗണ്ടന്റിന്റെ പ്രൊഫഷൻ. അത് വിട്ടുപോരുത്, പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അത്രയും. ഇനി നമുക്കറിയേണ്ടത്
എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം? പണ്ട് മുതലേ കേട്ടിട്ടുള്ളത്. അപ്പോൾ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് തിയറിയാണ്, അത് പ്രൊഫഷനാണ്, അതിന്റെ ആപ്ലിക്കേഷനാണ് അക്കൗണ്ടിങ് എന്ന് പറയാം. നിങ്ങൾ ചെയ്യുന്ന ജോലി അക്കൗണ്ടിങ് തന്നെ പറയത്തുള്ളൂ, അല്ലാതെ നമുക്ക് അവിടെ അക്കൗണ്ടൻസി ജോബ് ഉണ്ടെന്ന് പറയത്തില്ല. അക്കൗണ്ടിങ് എന്നാണ്, അതാണ് പ്രാക്ടിക്കൽ. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നതും അക്കൗണ്ടൻസി എന്ന് പറയുന്നതും ദ പ്യുർ ആൻഡ് അപ്ലൈഡ് ആസ്പെക്ട്സ്. പ്യുർ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് തിയറി, ദറ്റ് ഈസ് അക്കൗണ്ടിങ്, അക്കൗണ്ടൻസി. അപ്ലൈഡ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ, ദറ്റ് ഈസ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ബുക്ക് കീപ്പിംഗ് എന്നാൽ ബുക്ക് കീപ്പിംഗ്, മെയിൻ്റനൻസ് ഓഫ് ബുക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്, ബുക്ക് കീപ്പിംഗ് ഈസ് ദ സിസ്റ്റമാറ്റിക് ടെക്നിക് ഫോർ മെയിൻറ്റെയിനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇടപാടുകളെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അല്ലെങ്കിൽ കീപ്പിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം ബുക്കുകളിൽ ബിസിനസ് ഇടപാടുകളെ വളരെ അടുക്കും ചിട്ടയോടും കൂടി എഴുതി സൂക്ഷിക്കുക. അത് മാത്രമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് മീൻസ് ദ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഒരു കൂട്ടം ബുക്കുകളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയി ബിസിനസ് ഇടപാടുകളെ രേഖപ്പെടുത്തി വെക്കുന്ന ആ പ്രവൃത്തി മാത്രമാണ് ബുക്ക് കീപ്പിംഗ്. അല്ല, ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞ് വേറൊന്നുമില്ല. ഇറ്റ് ഇസ് എ പ്രൈമറി സ്റ്റേജ് ഓഫ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി സ്റ്റേജ് ആണ്. ഇറ്റ് ഈസ് എ റുട്ടീൻ ജോബ് ഓഫ് അക്കൗണ്ടിങ് ഓർ ദ ക്ലറിക്കൽ ജോബ് ഓഫ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് റുട്ടീൻ ജോബാണ്, അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബാണ്. എവിടെയാണോ ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നത് അവിടെ നിന്നാണ് അക്കൗണ്ടിങ് ആരംഭിക്കുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്, അക്കൗണ്ടിങ് ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്തു നിന്നാണ് അക്കൗണ്ടിങ് ആരംഭിക്കുക. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് only the recording aspects of accounting, routine job of accounting. Book keeping means recording transactions. Bookkeeping deals with recording transactions in a set of books in a systematic manner. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കൂട്ടം ബുക്കുകളിൽ ഒരു ബുക്കിലല്ല, അത് ജേണലിലും ലെഡ്ജറിലും. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ ആൻഡ് ലെഡ്ജർ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഇത് എവിടെ അവസാനിക്കുമോ അവിടുന്ന് അക്കൗണ്ടിങ് ആരംഭിക്കും. അക്കൗണ്ടിങ് ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് ബിഗിൻസ് വെയർ അക്കൗണ്ടിങ് എൻഡ്സ്. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയല്ല, അതാണ് അതിന്റെ വാസ്തവം. അപ്പോ ഞാൻ പറഞ്ഞത് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു, അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, അക്കൗണ്ടൻസി എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. ശരി, ഇത് നിങ്ങൾ വെറുതെ ഒരു ഏകദേശ ധാരണ മാത്രം. അപ്പൊ അക്കൗണ്ടിങ് എവിടെ ആരംഭിക്കും എന്ന് ചോദിച്ചാൽ വേറെ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്തു നിന്നാണ് അക്കൗണ്ടിങ് ആരംഭിക്കുന്നത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുക മാത്രമാണ്. റെക്കോർഡിംഗ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ്, അതാണ് ബുക്ക് കീപ്പിംഗ്. ദാറ്റ് ഇസ് എ പ്രൈമറി സ്റ്റേജ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി സ്റ്റേജ് മാത്രമാണ്. അപ്പൊ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ദ സിസ്റ്റമാറ്റിക് നോളജ് ഓഫ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻ സച്ച് എ മാനർ ടു എനേബിൾ വൺ ടു നോ or to enable anybody to know the state of affairs of the concern. അതാണ് അക്കൗണ്ടൻസി എന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ടൻസി തിയറിയാണ്, അക്കൗണ്ടിങ് പ്രാക്ടിക്കലാണ്. ശരി, ഇനി നമുക്ക് അടുത്തതിലേക്ക് കളയാം. ഇനി ഈ നോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് നോട്ട്സ്. ദെൻ ഇത് നമ്മൾ പറഞ്ഞു ആദ്യമേ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ദ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, മെഷറിങ്. അത് ഇടയ്ക്ക് കയറി ഇത് ഒരുക്കരുത് കേട്ടോ, ഇങ്ങനെ തന്നെ പറയാം. സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, മെഷറിങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രിറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു വേരിയസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അവരെയാണ് നമ്മൾ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഇൻഫർമേഷൻ ഒക്കെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറുക? ഇൻ ദി ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ അവിടെ നമുക്കറിയണം എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അത് പിന്നാലെ പറഞ്ഞിട്ട് നിർത്തുള്ളൂ. അടുത്ത, അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അല്ലെ, അക്കൗണ്ടിങ് ഈസ് ഓൾസോ ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. എന്തിനു വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ്? ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓർ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ എന്റർപ്രൈസ്.
പോട്ടെ, നമുക്ക് അടുത്തിലേക്ക് കടക്കാം. Then, accounting is the language of business used for communicating the financial information to the users. Users എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളും ഒക്കെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണണം, അത് വായിക്കണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം. എന്നിട്ട് ആ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ നടക്കുന്നതെന്ന് അറിയണം. നമ്മൾ മുടക്കിയിരിക്കുന്ന പണം തിരിച്ചു കിട്ടുമോ എന്നറിയണം. ഇൻകം ടാക്സുകാരനാണെങ്കിൽ ഇൻകം ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കുന്നു എന്നറിയണം. GST കാരനാണെങ്കിൽ ഇവൻ GST ശരിക്കും അടയ്ക്കുന്നു എന്നറിയണം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായി നിയമപ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്ത് സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ള നിയമം അനുസരിച്ച് തന്നെയാണോ ഈ ബിസിനസ് നടന്നു പോകുന്നത് എന്ന് ബിസിനസ്സിന് ഗവൺമെന്റിന് അറിയണം. ഇങ്ങനെ ഒരുപാട് പേർക്ക് ബിസിനസിന്റെ വിവരങ്ങൾ അറിയണം. അവരെയാണ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ യൂസേഴ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇന്റേണൽ യൂസേഴ്സ് എന്നും എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും പറയും. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സും എംപ്ലോയീസും, ഓണേഴ്സ്, എംപ്ലോയീസ്, പിന്നെ മാനേജ്മെന്റ്. ഓണേഴ്സും മാനേജ്മെന്റും എംപ്ലോയീസ് ആണ് ഇന്റേണൽ യൂസേഴ്സ്. അത് ബിസിനസ്സിനകത്തുള്ളവരാണ്, ഓണേഴ്സും മാനേജ്മെന്റും എംപ്ലോയീസും. ബാക്കിയുള്ളവരെ എല്ലാം നമ്മൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ബിസിനസ്സിന് പുറത്തുള്ളവരാണ്. പോട്ടെ, ഇനി ഇവർ ഈ വിവരങ്ങൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ by seeing the financial statements. അപ്പൊ ഇനി അറിയേണ്ടത് what are financial statements? എന്തൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് മാനുഫാക്ചറിങ് അക്കൗണ്ട്. എന്താണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്? മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് വേഗം ഒന്ന് കേട്ടിരുന്നാൽ മതി. മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ it is an account, it is a nominal account which is prepared by the manufacturing concerns to find out the cost of manufacturing or the cost of production. അതായത് മാനുഫാക്ചറിങ് കൺസേൺസ് അവരുടെ ഉൽപാദന ചെലവ് കണ്ടുപിടിക്കാൻ വേണ്ടി വരയ്ക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. ദിസ് മാനുഫാക്ചറിങ് അക്കൗണ്ട് വിൽ ഫോം പാർട്ട് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഒന്ന് മാനുഫാക്ചറിങ് അക്കൗണ്ട്. ടു ട്രേഡിംഗ് അക്കൗണ്ട്. രണ്ടാമത്തത് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വാങ്ങി അത് വിൽക്കുമ്പോഴുള്ള ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന അക്കൗണ്ട്. It is a nominal account which is prepared to find out the profit or loss on buying or producing and selling the goods. സാധനങ്ങൾ ഒരാൾ വിൽക്കുന്നത് അങ്ങനെയല്ലേ, ഒന്നെങ്കിൽ വാങ്ങി വിൽക്കും അല്ലെങ്കിൽ ഉണ്ടാക്കി വിൽക്കും. വാങ്ങി അല്ലെങ്കിൽ ഉണ്ടാക്കി വിൽക്കുമ്പോഴുള്ള ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി വരയ്ക്കുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. മറ്റേത് ഉൽപാദന ചെലവ് കണ്ടുപിടിക്കാൻ വേണ്ടി വരയ്ക്കുന്ന അക്കൗണ്ടാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പൊ മാനുഫാക്ചറിങ് അക്കൗണ്ട്, then ട്രേഡിംഗ് അക്കൗണ്ട്, then profit and loss account. Profit and loss account എന്ന് പറയുന്നത് നമുക്കറിയാം to find out the profit or loss. Then balance sheet to ascertain the financial position of the concern. Balance sheet. Then cash flow statement, fund flow statement, explanatory statements, notes and schedules. അപ്പോ ഇതിനെയൊക്കെയാണ്. അപ്പൊ ഓരോന്നും നമ്മൾ പറയാൻ, ഇപ്പോ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ to ascertain the financial position of the concern. നിങ്ങൾ ഈ കോമേഴ്സ് നേരത്തെ പഠിച്ചിട്ടില്ലാത്തവര് അധികം പേരുണ്ടാവും. അപ്പോ അവര് ഇതൊക്കെ വളരെ കാര്യമായി, ഈ കോമേഴ്സുകാർക്ക് ഇത് തുടക്കമൊക്കെ നമ്മളിത് കേട്ടിട്ടുള്ളതാണെന്നുള്ളൊരു തോന്നലാണ്. അതൊരു പ്രശ്നമില്ല. കോമേഴ്സ് പഠിച്ചിട്ടില്ലാത്തവര് കൃത്യമായി ഇത് കേൾക്കണം, നോട്ട്സ് നിങ്ങൾ നോക്കണം, നിങ്ങളത് പഠിച്ചു വെക്കുക, കാര്യമായി പഠിക്കുക. എല്ലാവരോടും ഞാൻ പറയുന്നതാണ് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളവർ പഠിച്ചിട്ടുള്ളത് കുറച്ച് പേര്. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ കാഷിന്റെ ഇൻഫ്ലോയും കാഷിന്റെ ഔട്ട്ഫ്ലോയും. കാഷിന്റെ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കാശ് വരും, അങ്ങോട്ട് കാശ് പോകും. ഒരു പ്രത്യേക കാലയളവ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ്, ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ്, ഈ രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റുകൾക്കിടയ്ക്ക് ആ ബിസിനസ്സിൽ എന്തുമാത്രം കാശ് വന്നു, എന്തുമാത്രം കാശ് പോയി എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കുക. അതിനെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ദാറ്റ് ഫോംസ് പാർട്ട് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ഭാഗമായിട്ടുള്ളതാണ്. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫണ്ട് എന്ന് പറയുന്നത് കാശ് അല്ല, ഫണ്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. പോട്ടെ, അത് നമുക്ക് അതിലേക്ക് പിന്നെ പോവാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഷോസ് ദ ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റുകൾക്കിടയ്ക്ക് കാഷിൽ ഉണ്ടായ ചേഞ്ചസ്, കാശ് വന്നോ പോയോ, കാഷിന്റെ ഇൻഫ്ലോയോ കാഷിന്റെ ഇൻഫ്ലോ, എന്തുമാത്രം കാശ് വന്നു എന്തുമാത്രം കാശ് പോയി എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഷോസ് ദ ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്.
ഇപ്പൊ 2025 മാർച്ചിലെ ബാലൻസ് ഷീറ്റ്, 2026 മാർച്ചിലെ ബാലൻസ് ഷീറ്റ്, ഈ രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റുകൾക്കിടയ്ക്ക് ആ ബിസിനസിന്റെ സാമ്പത്തിക അവസ്ഥയിൽ എന്തുമാത്രം ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തൽക്കാലം പേര് കേട്ടാൽ മതി, ഇത് നമ്മൾ വേറെ പറയും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഈ നമ്മള് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾക്ക് 2013 കമ്പനീസ് ആക്ടും പ്രകാരം കമ്പനി ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കും. നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറയും. അത് ഇപ്പൊ ബാലൻസ് ഷീറ്റിനകത്ത് ഒരു ഐറ്റം എഴുതുന്നു, ഒരു ഐറ്റം നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് എഴുതുകയാണ്. ഇപ്പോ ഫിക്സഡ് അസറ്റ്സ് എന്ന് എഴുതി വെക്കുന്നു. അപ്പൊ ഇത് ഏതൊക്കെ ചേർന്നതാണിത്, എങ്ങനെയൊക്കെയാണ് അത് ഇപ്പൊ 2 കോടി രൂപ എന്നാണ്, ഈ 2 കോടി എങ്ങനെയൊക്കെ വന്നു എന്ന് വിശദീകരിച്ച് അല്ലെങ്കിൽ അതിന്റെ വിശദവിവരം കാണുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കുക. അതിന് നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറയാം. അതാണ് ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്സ് എന്നും നോട്ട്സ് ആൻഡ് ഷെഡ്യൂൾസ് എന്നും ഒക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഈ നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയവയോട് അനുബന്ധമായി ഉണ്ടാക്കുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകൾ. ഈ സ്റ്റേറ്റ്മെന്റുകൾ എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ടു എക്സ്പ്ലെയിൻ the items which are shown in the balance sheet and profit and loss account. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തും ബാലൻസ് ഷീറ്റിനകത്തും കാണിച്ചിട്ടുള്ള ഐറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകളാണ് ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്സും നോട്ട്സ് ടു അക്കൗണ്ട്സും അല്ലെങ്കിൽ നോട്ട്സ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു. ഇതെല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ ഭാഗമാണ്. ഈ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്സും ദീസ് നോട്ട്സ് ആൻഡ് അക്കൗണ്ട്സ് ഇവയെല്ലാം തന്നെ വിൽ ഫോം പാർട്ട് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആളുകൾക്ക് കൈമാറുന്നത് യൂസേഴ്സ് എന്ന് പറയാം. യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അത് 2 തരം ഉണ്ടെന്ന് പറഞ്ഞു, 2 ഗ്രൂപ്പിൽപ്പെട്ടവരുണ്ടെന്ന് പറഞ്ഞു. പോട്ടെ, അവർക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം കൈമാറുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ രൂപത്തിലാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് ഈ പറഞ്ഞത് മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ദെൻ എക്സ്പ്ലനേറ്ററി നോട്ട്സ്, ദെൻ നോട്ട്സ് ആൻഡ് ഷെഡ്യൂൾസ്. ഇത്രയൊക്കെയാണ്. ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയാം. ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത നോക്കി, യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അത് നമ്മൾ പറഞ്ഞതാണ്. ആരൊക്കെയാണ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസ്. എക്സാമ്പിൾ ഏതൊക്കെ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, GST ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഡയറക്ടേഴ്സ്, ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇതെല്ലാം യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ ബാങ്ക് എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നു. ബാങ്കിൽ നിന്ന് കടമെടുക്കുമെന്ന് പറഞ്ഞാൽ രാവിലെ കുളിച്ചൊരുങ്ങി അവിടെ ചെന്ന് 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ തരില്ല. ബാങ്ക് മാനേജർ ആദ്യം കമ്പനിയുടെ പേരിലാണ് നമ്മൾ വായ്പ ആവശ്യപ്പെടുന്നതെങ്കിൽ ആദ്യം ബാങ്ക് മാനേജർ പറയുന്നത്, നിങ്ങൾ പോയി കഴിഞ്ഞ 3-4 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ കൊണ്ടുപോകാൻ നോക്കട്ടെ എന്ന് പറയും. അപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടും ബാലൻസ് ഷീറ്റും എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ദീ സ്റ്റേറ്റ്മെന്റ്സ് ടെൽ a true and fair view of the financial position and the financial performance of the business to the banker. അത് ബാങ്കർക്ക് ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക നിലവാരത്തെക്കുറിച്ചും സാമ്പത്തിക പ്രവർത്തനത്തെക്കുറിച്ചും ഒരു ശരിയായ ചിത്രം മാനേജർക്ക് കൊടുക്കും. അതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണാൻ ബാങ്കിനും താല്പര്യം ഉണ്ടാവുമല്ലോ, ഫോർ ലെൻഡിങ് പർപ്പസ്. പോട്ടെ, അടുത്തത് പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ, ഒന്ന്, ടു കീപ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ഇടപാടുകളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ടാക്കുക. ടു കീപ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ. ദെൻ ടു നോ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാം. ദെൻ ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അപ്പോ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമാണ് ലാഭനഷ്ടം. അപ്പൊ ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ് എന്ന് പറയുന്നതും ടു നോ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒന്നാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ സാധനങ്ങൾ വാങ്ങി, സാധനങ്ങൾ വിറ്റു, സാലറി കൊടുത്തു, കമ്മീഷൻ കിട്ടി, ഇങ്ങനെയെല്ലാം പറയുന്നതാണ്. പിന്നെ അതാണ് ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഇതിന്റെ റിസൾട്ട് എന്താണ്? either it may be loss or it may be profit. ഒന്നുകിൽ അത് ലോസ് ആവാം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആകാം. ഇതാണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയാം. അപ്പോ നമുക്ക് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് വെളിപ്പെടുത്തുക. അപ്പൊ ആദ്യം പറഞ്ഞു ടു ഹാവ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ്.
ബിസിനസിന്റെ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഉണ്ടാക്കി വെക്കുക ബിസിനസ് ഇടപാടുകളുടെ. രണ്ട്, നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ടു അസർടൈൻ ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ. റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടു അസർടൈൻ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്നാണ്. റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏതർ ഇറ്റ് മേ ബി പ്രോഫിറ്റ് ഓർ ഇറ്റ് മേ ബി ലോസ്. ഈ ലാഭവും നഷ്ടവും ഉണ്ടാകുന്ന എന്തിലൂടെയാണ്? ത്രൂ ബിസിനസ് ഓപ്പറേഷൻസ് ഓർ ബിസിനസ് പെർഫോമൻസ്. അപ്പോ രണ്ട്, ബിസിനസിന്റെ പെർഫോമൻസ് വെളിപ്പെടുത്തുക. അടുത്തത്, ടു റിവീൽ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ. സാമ്പത്തിക നിലവാരം വെളിപ്പെടുത്തുക. സാമ്പത്തിക നിലവാരവും സാമ്പത്തിക പ്രവർത്തനങ്ങളും രണ്ടാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ബിസിനസ് ഓപ്പറേഷൻസ് ഓർ ബിസിനസ് ആക്ടിവിറ്റീസ്, അതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ലാഭനഷ്ടം. അപ്പൊ ബിസിനസ് ആക്ടിവിറ്റീസ് വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ അതെന്താണെന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാഭവും നഷ്ടവും അറിയിക്കുക എന്നുള്ളതാണ്. ലാഭം എത്ര, നഷ്ടം എത്ര എന്ന് വെളിപ്പെടുത്തുക. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഫിനാൻഷ്യൽ റിസൾട്ട് അല്ല, പെർഫോമൻസ് അല്ല, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് എന്തുമാത്രം ആസ്തിയുണ്ട്, നമുക്ക് എന്തുമാത്രം ബാധ്യതകളുണ്ട്. നമ്മുടെ ലയബിലിറ്റീസിന്റെയും അസറ്റ്സിന്റെയും, നമ്മുടെ അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും നിലവാരം എന്ത്, പൊസിഷൻ എന്ത്, അതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഈ അസറ്റ്സും ലയബിലിറ്റീസും എപ്പോഴും തുല്യമായിരിക്കും എന്നുള്ളതാണ്. അത് ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞു. ബിസിനസ്സിനൊന്നും സ്വന്തമായിട്ടില്ല. ബിസിനസ്സിനുള്ളതെല്ലാം ആരെങ്കിലും ഒക്കെ കൊടുത്തതാണ്. ആരെങ്കിലും ഒക്കെ എന്താ പറഞ്ഞാൽ കണ്ണി കണ്ടവരെല്ലാം ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അങ്ങനെ ആരെങ്കിലും ഒക്കെ കൊടുത്തതാണ്. അതാണ് ബിസിനസ്സിനുള്ളത്. അപ്പൊ ഒരു ബിസിനസ്സിന് 100 കോടി രൂപയുടെ അസറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് എ ലയബിലിറ്റി ഓഫ് 100 crores. അവർക്ക് 100 കോടി രൂപയുടെ ലയബിലിറ്റിയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം ഉള്ളതെല്ലാം മറ്റുള്ളവർ കൊടുത്തതാണല്ലോ, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വേറെ പറയും. അപ്പോ ഒന്ന്, ടു കീപ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ദെൻ to provide, to ascertain the financial position of the business, then to know the financial performance or profit or loss of the business. അടുത്തത്, to facilitate rational decision making. അതായത് ഒരു ബിസിനസ്സിന് അനുയോജ്യമായ തരത്തിൽ എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കണോ, തീരുമാനങ്ങൾ എടുക്കുന്നെല്ലാം മാനേജ്മെന്റാണ്. അപ്പൊ മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതിന് താഴെ തട്ടിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടും. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും പലപ്പോഴും, ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ തീരുമാനങ്ങൾ എടുക്കുക. അക്കൗണ്ടിങ് ആൻഡ് കൺട്രോളിങ് ഇൻഫർമേഷൻ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പലപ്പോഴും തീരുമാനങ്ങൾ. അപ്പോൾ ടു ഫെസിലിറ്റേറ്റ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. അടുത്തത്, ടു സാറ്റിസ്ഫൈ ദ ലീഗൽ റിക്വയർമെന്റ്സ്. അടുത്തത്, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, ടു സാറ്റിസ്ഫൈ ദ ലീഗൽ റിക്വയർമെന്റ്സ് ഓർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. ലീഗൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫോളോ ചെയ്യും. നമ്മളിപ്പോ ഇൻകം ടാക്സുകാരൻ പറയുന്നു കണക്കെഴുതി കൊണ്ട് ചെല്ല് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ കൊണ്ട് ചെല്ലണം. GSTക്കും അത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ആർക്കൊക്കെ ആണോ ഇതെല്ലാം അറിയണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഫോർ ഗിവിംഗ് എ ലോൺ അവരാവശ്യപ്പെടുന്നത് നമ്മുടെ കഴിഞ്ഞു പോയ 3-4 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്, അതൊക്കെ കൊണ്ടു കൊടുക്കണം. അപ്പോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്ന്, മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പിന്നെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്സ്, നോട്ട്സ് ആൻഡ് ഷെഡ്യൂൾസ്. പോട്ടെ, ഇനി അറിയേണ്ടത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ടു കീപ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. then നമ്മൾ പറഞ്ഞത് ടു പ്രൊവൈഡ് അല്ലെങ്കിൽ ടു അസർടൈൻ ദി എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. എക്സാക്ട് വേണ്ട, ടു അസർടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. then to know the financial performance or profit or loss of the concern. then to facilitate rational decision making. then to meet legal requirements or statutory obligations. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത നോക്കി, ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഏതൊക്കെ തരം? ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്. ടൈപ്സ് ആണ് പറഞ്ഞത്, സിസ്റ്റംസ് അല്ല. അത് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നോ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയരുത്, അത് വേറെ. അപ്പോ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ആദ്യത്തേത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. സ്റ്റിവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ്. സ്റ്റിവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ പണ്ട് കാലത്തൊക്കെ ഒരു സമ്പന്നരായിട്ടുള്ള ആളുകൾ അവർക്കൊരു കാര്യസ്ഥം കാണും.
ഈ കാര്യസ്ഥന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നടക്കുന്ന സാമ്പത്തിക കാര്യങ്ങളെല്ലാം, എത്ര തേങ്ങ കിട്ടി, എത്ര പറങ്ങാണ്ടി കുറച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതൊക്കെ വിറ്റിട്ട് എത്ര രൂപ കിട്ടി, ഈ ഫിനാൻഷ്യൽ ഇടപാടുകളെല്ലാം ഈ കാര്യസ്ഥൻ രേഖപ്പെടുത്തി കാലാകാലങ്ങളിൽ പീരിയോഡിക്കലായിട്ട് ഈ ഓണർക്ക് കൊണ്ടു കൊടുക്കും. അയാൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളിന് കൊണ്ടു കൊടുക്കും. ഇതിനെയാണ് സ്റ്റുവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്നത്. സ്റ്റുവാർഡ് എന്ന് പറയുമ്പോൾ ഈ കാര്യസ്ഥനാണ്. ഇതിന് സ്റ്റുവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്ന് പറയും. ഇത് യഥാർത്ഥത്തിൽ ഇതാണ് ഈ ബുക്ക് കീപ്പിങ്ങിന്റെ റൂട്ട്. ബുക്ക് കീപ്പിംഗ് ഈ ലെവലിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ഈ സ്റ്റുവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ്ങിൽ ഇയാൾ ചെയ്യുന്ന ജോലി എന്താ? ഈ സ്റ്റുവാർഡ് ചെയ്യുന്ന ജോലി എന്താ? ജോലി ബുക്ക് കീപ്പിംഗ് ആണ്. അങ്ങേര് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുകയോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടാക്കുകയോ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുകയോ ഒന്നും അയാളുടെ ജോലിയല്ല. അതൊന്നും അയാൾക്ക് അറിയത്തില്ല. അയാളുടെ ജോലി എന്ന് പറയുന്നത് എത്ര തേങ്ങ വെട്ടി, എത്ര മാങ്ങ വിറ്റി, അതിൽ എത്ര വിറ്റു, ബാക്കി ഇതിന്റെ കണക്ക്, ഈ ഇടപാടുകൾ എഴുതിക്കൊണ്ട് കൊടുക്കുക മാത്രമേ. അല്ലാതെ അയാൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കുന്ന ഒരു ജോലി അയാൾക്കില്ല. അപ്പൊ ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തെയാണ് സ്റ്റുവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. പണ്ട് കാലത്ത് പണക്കാരായിട്ടുള്ള ആളുകൾ, റിച്ച് പീപ്പിൾ, എംപ്ലോയിഡ് സം stewards for managing his business or managing his assets. അവന്റെ അസറ്റുകളും മറ്റും നോക്കി കാണാൻ വേണ്ടി ഈ കാര്യസ്ഥന്മാരെ അപ്പോയിന്റ് ചെയ്യും. These stewards submitted the details regarding the business, the financial activities periodically to the owner. This accounting is called stewardship accounting. ഇതിനെയാണ് നമ്മൾ സ്റ്റുവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇന്നൊന്നും ഇത് കാണാനില്ല. ഇന്ന് കാര്യസ്ഥനൊന്നുമില്ല നമ്മുടെ നാട്ടിൽ. ഇവിടെ കാര്യസ്ഥൻ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ഇറ്റ് ഈസ് എ റൂട്ട് ഓഫ് ബുക്ക് കീപ്പിംഗ്. ഇത് ഇവിടെ നിന്നാണ്, ഇറ്റ് ഈസ് എ ബേസ് ഓഫ് ബുക്ക് കീപ്പിംഗ്. ഇവിടെ നിന്നാണ് ബുക്ക് കീപ്പിംഗ് ആരംഭിച്ചത്. ഈ സ്റ്റുവാർഡ് ചെയ്യുന്ന ജോലി ബുക്ക് കീപ്പിംഗിന്റെ ജോലിയാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കീപ്പിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. വളരെ അടുക്കും ചിട്ടയോടും കൂടി ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുക എന്ന് മാത്രമുള്ള പറയുന്നതാണ് ബുക്ക് കീപ്പിംഗ്. സ്റ്റുവാർഡ് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. ഇത് പോട്ടെ, അത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടിങ്. രണ്ടാമത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഓൾ ദി ബിസിനസ് ട്രാൻസാക്ഷൻസ്. എല്ലാ ബിസിനസ് ഇടപാടുകളും റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. അപ്പം നമ്മൾ നേരത്തെ പറയുമ്പോൾ ഐഡന്റിഫൈ, മെഷറിങ് വേണ്ട, അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്ക് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞതിൽ വേണ്ടി അവിടെ നിൽക്കാം. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഇടപാടുകളെല്ലാം ഈ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. എന്തിനാണെന്നറിയാം? രണ്ട് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, to know the profit or loss of the business for a period of time. To know the profit or loss of the business for a period of time. അല്ലെങ്കിൽ to know the financial performance of the business for a period of time. അതായത് ഈ ലാഭനഷ്ടം അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്തെ പ്രവർത്തനങ്ങളല്ല നമുക്ക് വേണ്ടത്, ഒരു കാലയളവിലെ. ഇപ്പൊ നിങ്ങളുടെ ബാങ്കിന്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം, അത് കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ ഈ കഴിഞ്ഞ മാർച്ച് 31 വരെ, 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള ലാഭനഷ്ടമാണ് അറിയുന്നത്. അപ്പൊ ടു റിവീൽ the financial performance for a period of time and to ascertain or to exhibit the financial position at a point of time. സാമ്പത്തിക നിലവാരം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സമയത്തേതാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. ഈ രണ്ട് ഉദ്ദേശത്തോടും കേട്ടോണം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് recording, classifying and summarizing of all business transactions with a view to
find out the profit or loss for a period of time and to exhibit or to ascertain the financial position at a point of time. Profit or loss for a period of time, ഒരു കാലയളവിലെ ലാഭനഷ്ടവും ഒരു പ്രത്യേക ദിവസത്തെ പൊസിഷനും. ഈ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ടൈമിലെ പൊസിഷൻ ആയിരിക്കും, ഒരു മൊമെന്റിലേക്ക് മാത്രമേ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു 10 കോടി രൂപയുടെ സ്വത്തുണ്ട്. നാളെ ആ 10 കോടി ഉണ്ടാവണമെന്നില്ല, നാളെ ആ 10 കോടി ആയിരിക്കണമെന്നുമില്ല, ഇല്ലേ? ഒരു ഓണം ബമ്പർ എടുത്തു, കഷ്ടകാലത്തിന് ഒരു ദിവസം അതങ്ങ് അടിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ 30 കോടി രൂപയുടെ സ്വത്തായില്ലേ നിങ്ങൾക്ക്? തലേ ദിവസം അത്രയൊന്നും ഇല്ലല്ലോ. അപ്പോ നമ്മുടെ സാമ്പത്തിക നിലവാരം എന്ന് പറഞ്ഞു അത് ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത ദിവസം അത് മാറിപ്പോവും. ഇപ്പൊ നമ്മുടെ ഒരാളിന്റെ സാമ്പത്തിക നിലവാരം എന്ന് പറഞ്ഞ് ഇന്നിപ്പോ 12 ലക്ഷം രൂപയാണ് അയാളുടെ അസറ്റ് എന്ന് പറഞ്ഞ് 12 ലക്ഷം രൂപ. സാമ്പത്തിക നിലവാരം എന്ന് പറയുമ്പോൾ അസറ്റ് ലയബിലിറ്റി പറഞ്ഞാൽ ഞാനിപ്പോ അസറ്റ് മാത്രമേ പറയുന്നു. ഈ 12 ലക്ഷം രൂപയ്ക്കകത്ത് 1 ലക്ഷം രൂപ വിലയുള്ള ഒരു പശുവുണ്ട്. ഈ 12 ലക്ഷം രൂപ ബാലൻസ് ഷീറ്റിനകത്തൊക്കെ എല്ലാം എഴുതി വെച്ച ബാലൻസ് ഷീറ്റിനകത്ത് ഈ പശുവുണ്ട്, പശുവിന്റെ വില 1 ലക്ഷം രൂപയാണ്. ഇത് മാർച്ച് 31 തീയതിയാണ്. ഏപ്രിൽ 1 തീയതി ഉണർന്ന് നോക്കിയപ്പോൾ പശു എത്ത് കിടക്കാം. ഉടനെ നമ്മൾ ബാലൻസ് ഷീറ്റ് പോയി തിരുത്തുവോ? ഇല്ല. ബാലൻസ് ഷീറ്റ് ഈസ് ട്രൂ only at the moment at which it is prepared. ഏത് നിമിഷമാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോഴാണ് അത് ശരി, പിന്നീട് അത് ശരിയാവണമെന്നില്ല. അപ്പൊ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ മൊമെന്റ് ഓർ പർട്ടിക്കുലർ ടൈം. അതാണ് പറഞ്ഞ പോയിന്റ് ഓഫ് ടൈം. അപ്പൊ ഈ 2 ലക്ഷ്യത്തോട്, ഒന്ന് ഒരു പ്രത്യേക കാലയളവിലെ ലാഭനഷ്ടം കണ്ടെത്തുക, ഒരു പ്രത്യേക ദിവസത്തെ പ്രത്യേക സമയത്തെ സാമ്പത്തിക നിലവാരം കണ്ടെത്തുക. ഈ ലക്ഷ്യത്തോടു കൂടി എല്ലാ ബിസിനസ് ഇടപാടുകളും റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതാണ് നമ്മൾ പഠിക്കുന്ന അക്കൗണ്ടിങ്. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു നോക്കി. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സാധനം ഉണ്ടാക്കാനോ അത് വാങ്ങാനോ അല്ലെങ്കിൽ നേടാനോ വേണ്ടി ചെലവാകുന്ന എമൗണ്ടിനെ കോസ്റ്റ് എന്ന് പറയും. എന്തൊന്നും ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ ഈ പേന വാങ്ങുന്നു, 5 രൂപ കൊടുത്താണ് ഞാനത് വാങ്ങി. ഈ 5 രൂപയാണ് എനിക്ക് ഈ പേനയുടെ കോസ്റ്റ്. ഇത് ഉണ്ടാക്കിയവൻ 3 രൂപയ്ക്കാണ്. അപ്പൊ അവൻ അതിന്റെ കോസ്റ്റ് 3 രൂപയാണ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ the amount അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഫോർ പ്രൊഡ്യൂസിങ് ഓർ ഒബ്റ്റെയിനിങ് എ പർട്ടിക്കുലർ തിങ്. ഒരു സാധനം വാങ്ങാനോ നേടാനോ വേണ്ടി ചെലവാകുന്ന എമൗണ്ടിനെ അതിന്റെ കോസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് റിയലി ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ്. കുറെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും മെത്തേഡ്സും നമ്മൾ ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റിന്റെ, ഒരു ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ ഒരു സേവനത്തിന്റെ കോസ്റ്റ്. സേവനത്തിനും കോസ്റ്റ് ഉണ്ട്. ഒരു ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ ഒരു സേവനത്തിന്റെ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്നതിന് കുറെ കോസ്റ്റും പ്രിൻസിപ്പിൾസും ടെക്നിക്സും മെത്തേഡ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് with a view to ascertain the cost of product or service and for achieving and for enabling the cost reduction and cost control. Cost reduction നടക്കണം, cost control നടക്കണം, and to conduct the business activities efficiently and profitably. അങ്ങനെ ബിസിനസ് ആക്ടിവിറ്റീസ് വളരെ എഫിഷ്യന്റ് ആയും പ്രോഫിറ്റബിൾ ആയും നടത്തും.
ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നോക്കിയേ, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് വിത്ത് ദ എയിം ഓഫ് കൺട്രോളിംഗ് ആൻഡ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് അസസിങ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി എന്റർപ്രൈസ്. അത്രയും വിശാലമായി നിങ്ങൾ പോയില്ലെങ്കിലും മനസ്സിലാക്കുക, കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് for the purpose of ascertaining cost and to ensure the cost reduction and cost control. ഒരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം, അതിന്റെ കോസ്റ്റ് എത്രയാണ്, പിന്നെ കോസ്റ്റ് റിഡക്ഷൻ, പിന്നെ കോസ്റ്റ് കൺട്രോൾ, ഇവ സാധ്യമാക്കുക. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അടുത്ത് നോക്കി, അടുത്ത മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ പുതിയ ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്, അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു മാനേജ്മെന്റ് എന്നാണ് ചുരുക്കി പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു മാനേജ്മെന്റ്, അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അത് അങ്ങനെ പറഞ്ഞ, അതായത് നമ്മളിപ്പോ പറഞ്ഞ രണ്ട് അക്കൗണ്ടിങ് ബ്രാഞ്ചുകൾ, ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്, മറ്റൊന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും വിവര സമാഹരണം നടത്തി അത് മാനേജ്മെന്റിന്, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൈമാറി കൊടുക്കണം. കാരണം ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് ആ ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്, പോളിസീസ് ഫ്രെയിം ചെയ്യുന്നത്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് തുടങ്ങിയിട്ടുള്ള ഫങ്ഷൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട മാനേജീരിയൽ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് അവരാണ്, താഴെത്തട്ടി ജോലി ചെയ്യുന്ന നമ്മളല്ല. അപ്പോ നമ്മൾ ചെയ്യുന്ന അവിടെ താഴെത്തട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉള്ള വിവരങ്ങളെല്ലാം സമാഹരിച്ച് അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടാ? for framing policies and for taking decisions. അതായത് നയരൂപീകരണം നടത്താൻ, തീരുമാനങ്ങൾ എടുക്കാൻ, and to perform the managerial functions such as planning, organizing, controlling, directing, etc. very well. മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്ന് പറയുന്ന ഫങ്ഷൻസ് വളരെ ഭംഗിയായി നടത്താൻ അവർക്ക് താഴെ തട്ടിൽ നിന്നുള്ള വിവരങ്ങൾ വേണം. ആ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ അതിന് മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു മാനേജ്മെന്റ്, മാനേജ്മെന്റിനെ സഹായിക്കുന്ന തരത്തിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുക, അതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അല്ലേ? പ്രൊവൈഡിങ് accounting information to the top level management in such a way as to assist them in framing policies, taking decisions, and to perform managerial functions such as planning, organizing, directing, controlling, etc. ഇതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പോ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. എന്താ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ അവിടെ എന്താണ് ഈ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിനെ അവർ കൺവേർട്ട് ചെയ്ത് യൂസിങ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പോളിസി ഫ്രെയിമിംഗ്. ഈ ഇൻഫർമേഷനെ ഡിസിഷൻ മേക്കിങ്ങിനും പോളിസി ഫ്രെയിം ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് മാറും. സാധാരണഗതിയിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്, ആ റെക്കോർഡിംഗ് ആസ്പെക്റ്റിൽ നിന്ന് മാറിയിട്ട് എന്തിലേക്ക്, ദ റെക്കോർഡിംഗ് ആസ്പെക്ട്സ് ഓർ ദ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ നിന്ന് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ടിങ്ങിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തു ടു ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ ഫ്രെയിമിംഗ് പോളിസീസ് ആൻഡ് ടേക്കിംഗ് ഡിസിഷൻസ്, അതിലേക്ക് കൺവേർട്ട് ചെയ്തു.
ഈ അക്കൗണ്ടിങ്ങിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ സിമ്പിളായി പറഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് which provides information to the top level management in such a way as to assist them in framing policies, taking decisions, and to perform managerial functions well. അല്ലെ? ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇന്ന് വരെ ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്ന് ഇതിനുണ്ടായിരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പഠിച്ചിരുന്ന അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോക്കസ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. പക്ഷെ അത് മാറിയിട്ട് ഇത് ഇൻഫർമേഷൻ യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഫ്രെയിമിംഗ് പോളിസീസ് ഓർ ടേക്കിംഗ് ഡിസിഷൻസ് അതിലേക്ക് മാറും. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിലല്ല. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നോക്കി, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു മാനേജ്മെന്റ്. It is the preparation and the presentation of accounting and controlling information. And analla. Accounting and controlling information and anato. Accounting and controlling information such a way as to assist the management in framing policies, making decisions, and to perform the managerial functions such as planning, controlling, etc. efficiently. Then management accounting has shifted. Management accounting has shifted the focus of accounting from recording. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന അതിന്റെ ആ ഫോക്കസിനെ ഷിഫ്റ്റഡ് ദ ഫോക്കസ് ഓഫ് അക്കൗണ്ടിങ് ഫ്രം റെക്കോർഡിംഗ് ആൻഡ് അനലൈസിംഗ് ട്രാൻസാക്ഷൻസ് ടു യൂസിങ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹാസ് ഷിഫ്റ്റഡ് the focus of accounting from recording and analyzing transactions to taking or using information for taking decisions or framing policies. ഒരു ഏകദേശ രൂപം ഉണ്ടാക്കി മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇത് ലാഭനഷ്ടം കണ്ടുപിടിക്കാനുള്ള ഒരു അക്കൗണ്ടിങ് അല്ല, കോസ്റ്റ് കണ്ടുപിടിക്കാതെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ യൂസിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് ഓർ ഫ്രെയിമിംഗ് പോളിസീസ്. അതിനുവേണ്ടി നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൈമാറി കൊടുക്കണം. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, അവർക്ക് നയരൂപീകരണം നടത്താൻ, ഒപ്പം മാനേജറിയൽ ഫങ്ഷൻസ് നല്ലതുപോലെ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹാസ് ഷിഫ്റ്റഡ് ദ ഫോക്കസ് ഓഫ് അക്കൗണ്ടിങ് സച്ച് ആസ് റെക്കോർഡിംഗ്, അനലൈസിംഗ് ടു യൂസിങ് ഇൻഫർമേഷൻ ഫോർ ടേക്കിംഗ് ഡിസിഷൻ എന്നതിലേക്ക് മാറുന്നു. അതായത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നതിൽ നിന്ന് അക്കൗണ്ടിങ്ങിന്റെ ഫോക്കസ് എങ്ങോട്ടേക്ക് മാറണം? യൂസിങ് ഇൻഫർമേഷൻ ഫോർ ടേക്കിംഗ് ഡിസിഷൻ എന്നതിലേക്ക് മാറണം. ഇതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ദെൻ അടുത്തത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നമ്മൾ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ആ ബിസിനസിന്റെ എക്കണോമിക്കൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. സാധാരണ എങ്ങനെയാണ് ബിസിനസ് നടത്തുന്ന അതിന്റെ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭം കൂടുതൽ ഉണ്ടാക്കുക, ചെലവുകൾ വളരെ കുറയ്ക്കുക, അല്ല നാട് നന്നാക്കലല്ല. ഇതാണ് ബിസിനസിന്റെ ലക്ഷ്യം. എന്നാൽ അതിൽ നിന്ന് മാറി, അതായത് എക്കണോമിക് ഓബ്ജക്റ്റീവ്സിൽ നിന്ന് മാറി സോഷ്യൽ അല്ലെങ്കിൽ വെൽഫെയർ ആസ്പെക്റ്റിലേക്ക് കൂടി കടക്കണം, അല്ലെങ്കിൽ അതിലേക്ക് ലക്ഷ്യം വെക്കണം. ഈ അക്കൗണ്ടിങ്ങിനാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭം ഉണ്ടാക്കലാണ്. എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രോഫിറ്റ് ഏണിംഗ് ആക്ടിവിറ്റി, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ബിസിനസ്. അത് എന്ത് തന്നെയാണെങ്കിലും. പിന്നെ നിങ്ങൾ ആലോചിക്കുക, എനി ആക്ടിവിറ്റി വിച്ച് ഈസ് ഡൺ ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഈസ് കാൾഡ് ബിസിനസ്. അതാണ് ബിസിനസ്. അപ്പൊ ഇവിടെ സാധാരണ ബിസിനസ്സിൽ നമ്മളിപ്പോ ബിസിനസ്സിലെ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്?
to achieve the economic objectives. അതിൽ നിന്ന് മാറി സോഷ്യൽ അല്ലെങ്കിൽ വെൽഫെയർ ഒബ്ജക്റ്റീവ്സ് കൂടി കണക്കിലെടുക്കണം എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് ആണ് social responsibility accounting. Okay, it is an accounting branch which widens the scope of accounting by considering the social efforts of business. അല്ലേ, അക്കൗണ്ടിങ്ങിന്റെ ആ രീതി മാറണം. എങ്ങനെ മാറണം? അക്കൗണ്ടിങ് എങ്ങനെ മാറണം? അക്കൗണ്ടിങ് ബൈ കൺസിഡറിങ് ദ സോഷ്യൽ എഫേർട്സ് ഓഫ് ബിസിനസ് ഡിസിഷൻസ് ഇൻ അഡീഷൻ ടു എക്കണോമിക് എഫക്ട്സ്. അതായത് ഒരു ബിസിനസ്സിൽ തീരുമാനമെടുത്താൽ അതിന്റെ എക്കണോമിക് എഫക്റ്റ് എന്താണോ അതിനേക്കാൾ ഉപരി, അതല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന് ഉപരിയായി എന്തിനു കൂടി സോഷ്യൽ എഫക്റ്റ് ഓഫ് ഡിസിഷൻസ് ഉണ്ടാവണം. അങ്ങനെ കണക്കിലെടുക്കണം. ഇത്രയാണ് ബൈ കൺസിഡറിങ് ദ സോഷ്യൽ എഫക്റ്റ് ഓഫ് ബിസിനസ് ഇൻ അഡീഷൻ ടു എക്കണോമിക് എഫക്റ്റ് ഓഫ് ബിസിനസ്. അതായത് നമ്മളൊരു തീരുമാനം എടുക്കുന്നു, അതിന്റെ സോഷ്യൽ എഫക്റ്റ് അല്ലെ, അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബൈ കൺസിഡറിങ് ദ സോഷ്യൽ എഫക്റ്റ് ഓഫ് ബിസിനസ് ഇൻ അഡീഷൻ ടു എക്കണോമിക് എഫക്റ്റ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ സാമ്പത്തികപരമായ വശങ്ങൾക്ക് ഉപരിയായി നമ്മൾ എന്താ പറയുന്നത്, സാമൂഹ്യപരമായ ലക്ഷ്യങ്ങളുടെ കണക്കിലെടുത്തുകൊണ്ട് പോകണം. അങ്ങനെ കണക്കിലെടുക്കണം. അത് ആ ഫോക്കസിലൂടെ ബിസിനസ് പോകണം. ആ അക്കൗണ്ടിങ്ങിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ദ മാനേജ്മെന്റ്സ് ആർ ബീങ് ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ not only the efficient product of the business, efficient conduct of the business, but also what it contributes to the social well-being or progress. Management ലക്ഷ്യം എന്ന് പറയുന്നത് not only for the effective conduct of the business, പിന്നെയോ but also to the social well-being and progress. Management ലക്ഷ്യം not only for the efficient conduct of the business, ബിസിനസിന്റെ വളരെ ശരിയായ നടത്തിപ്പ് മാത്രമാകരുത്, പിന്നെ എന്താവണം, വാട്ട് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടുവേഴ്സ് ദ സോഷ്യൽ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുകൂടി കണക്കിലെടുക്കണം. മാനേജ്മെന്റ് മസ്റ്റ് കോൺസെൻട്രേറ്റ് നോട്ട് ഓൺലി ഫോർ ദി എഫിഷ്യന്റ് കണ്ടക്ട് ഓഫ് ദി ബിസിനസ് ബട്ട് ആൾസോ ഫോർ എന്തിനെ കുറിച്ച് the social but also for what it contributes towards the social welfare of the society. ഈ ഇവരുടെ എന്താണ് ഇവര് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുകൂടി കണക്കിലെടുക്കണം. ഈ അക്കൗണ്ടിങ്ങിനാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. അത് സമൂഹത്തെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് പോകാനല്ല നമ്മൾ പറഞ്ഞത്, അല്ലെ. ദ മാനേജ്മെന്റ് മസ്റ്റ് കൺസിഡർ the economic objectives of the business. That's correct. At the same time, they give or they consider what their decisions contribute to the social welfare of the society. സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഇവരുടെ തീരുമാനങ്ങൾ എന്ത് ചെയ്തു എന്നുകൂടി കണക്കിലെടുക്കണം. രണ്ട് കാര്യങ്ങളാണ് കണക്കിലെടുക്കേണ്ടത്. ഒന്ന്, എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ബിസിനസ്, അല്ലെങ്കിൽ effective conduct of the business. At the same time, they will consider what it contributes to the society or its welfare. സമൂഹത്തിനും അതിന്റെ ക്ഷേമത്തിനും വേണ്ടി അവരെന്ത് ചെയ്തു എന്ന് കൂടി കണക്കിലെടുക്കണം. ഇങ്ങനെ കണക്കിലെടുക്കുന്ന അക്കൗണ്ടിങ്ങിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്. ഇതൊക്കെ പുതിയ അക്കൗണ്ടിങ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ടു റിപ്പോർട്ട് and emphasize the importance of human resources. അതായത് മനുഷ്യ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ജോലി ചെയ്യുന്ന നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു, നിങ്ങൾ ഒരു ബാങ്കിലെ എംപ്ലോയീസ് ആണ്. അപ്പോ നിങ്ങളെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് ഇല്ല എന്ന് കൂട്ടുക. അപ്പോ ജീവനക്കാരെ എടുക്കുന്നു, അവര് പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ അവർ റിട്ടയർ ചെയ്യുന്നു, ഇതിനൊന്നും ഒരു എൻട്രി ഇല്ല. എന്നാൽ ഇതിനൊരു അക്കൗണ്ടിങ് ഉണ്ടാകണം.
ഈ അക്കൗണ്ടിങ് ബ്രാഞ്ചിനെയാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ റിസോഴ്സസ് ഓർ എംപ്ലോയീസ് ഓർ പേഴ്സണൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങിനെയാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോ ആളുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളവര്? നമുക്ക് വേണ്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നോളജബിൾ, ട്രെയിൻഡ്, ലോയൽ ആൻഡ് കമ്മിറ്റഡ് എംപ്ലോയീസ്. നമുക്ക് നല്ല വിവരമുള്ള ആളുകൾ വേണം, ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം സിദ്ധിച്ച ആളുകൾ വേണം. ദെൻ ലോയൽ. ലോയൽ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനോട് കോറ് പുലർത്തുന്ന ജീവനക്കാർ വേണം. ഒപ്പം കമ്മിറ്റഡ് എംപ്ലോയീസ്, വളരെ ആത്മാർത്ഥതയുള്ള അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ആണ് വേണ്ടത്. അപ്പോ അങ്ങനെയുള്ള എംപ്ലോയീസ് ആണ് ഒരു സ്ഥാപനത്തിന്റെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോ അവരെ കുറിക്കുന്ന ഒരു അക്കൗണ്ടിങ് ഉണ്ടാകണമല്ലോ. ആ അക്കൗണ്ടിങ്ങിനെയാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ it focuses to report and emphasize the importance of human resources. എങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സസ്? നോളജബിൾ, ട്രെയിൻഡ്, ലോയൽ and committed employees in a company's earning process and asset of the asset. ഒരു കമ്പനിയുടെ ഏണിംഗ് പ്രോസസ്സിലും അതിന്റെ അസറ്റിലും, അല്ലെ, ആ കമ്പനിയുടെ ഏണിംഗ് പ്രക്രിയകളിലും അല്ലെങ്കിൽ ലാഭ ഉണ്ടാക്കുന്ന പ്രവൃത്തികളിലും അതിന്റെ അസറ്റിലും ഒക്കെ പ്രവർത്തിക്കാൻ വളരെ നോളജബിൾ ആയിട്ടുള്ള, പിന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള, ലോയൽറ്റിയുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആവശ്യമുണ്ട്. അതിൽ കോൺസെൻട്രേറ്റ്, ഇങ്ങനെയുള്ള എംപ്ലോയീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനെയാണ് അക്കൗണ്ടിങ് സിസ്റ്റം വിച്ച് കോൺസെൻട്രേറ്റ്സ് ഓഫ് knowledgeable, trained, loyal and committed employees working on the assets and profit making operation of the company. ഒരു കമ്പനിയുടെ അസറ്റിലും അതിന്റെ പ്രോഫിറ്റ് മേക്കിംഗ് ഓപ്പറേഷനിലും ജോലി എടുക്കുന്ന ആരെ? വളരെ എലിജിബിൾ ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള, ലോയൽ ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനെയാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രത്യേകത, ദിസ് അക്കൗണ്ടിങ് കൺസിഡേഴ്സ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്, ദെൻ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആളുകളെ എടുക്കണം. അതിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10,000 രൂപ മുടക്കും? അല്ല, അതിന് നമ്മൾ സെലക്ഷൻ, അല്ലേ, ദെൻ ട്രെയിനിങ്, സെലക്ഷൻ, അപ്പോയിന്റ്മെന്റ്, ട്രെയിനിങ്, ഇങ്ങനെയുള്ള പ്ലേസ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ പണം ചെലവാക്കണം. അതാണ് കോസ്റ്റ് ഓഫ് എംപ്ലോയ്മെന്റ്, എന്താ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഇൻവെസ്റ്റ്മെന്റ് ഇൻ പേഴ്സണൽ, ദെൻ റീപ്ലേസ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. ഇതെല്ലാം കണക്കിലെടുക്കണമെന്നുള്ളതാണ്. നമുക്ക് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ മാനേജറിയൽ ടൂൾ that provides valuable information to top management to take decisions regarding adequacy of human resources and encouraging managers to consider investment in workforce and replacement cost, as well as accounting for economic value of people. Accounting for economic value of people. അതായത് അവിടെ പറയുന്നത് നിങ്ങൾ നോക്കണം, it is a managerial tool to provide valuable information to the top level management to take decisions regarding adequacy of resources. ഒരു ബിസിനസ്സിൽ എന്തുമാത്രം ജീവനക്കാർ വേണം, അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൊടുക്കുക. ആൻഡ് എൻകറേജിങ് മാനേജേഴ്സ് ടു കൺസിഡർ ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്ക് ഫോഴ്സ്. ഈ ജീവനക്കാരെ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ അതിന് മാനേജ്മെന്റിനെ പ്രേരിപ്പിക്കുക. ഇൻവെസ്റ്റ്മെന്റ് അതിൽ മാത്രമല്ല, റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ പിരിഞ്ഞു പോയി അടുത്ത ആളിനെ എടുക്കുക, അല്ലെങ്കിൽ അയാളെ പിരിച്ചു വിട്ടിട്ട് അടുത്തയാളിനെ എടുക്കുക. ആസ് വെൽ ആസ് അക്കൗണ്ടിങ് ഫോർ എക്കണോമിക് വാല്യൂ ഓഫ് പീപ്പിൾ. ഒപ്പം ഈ ആളുകളുടെ അക്കൗണ്ടിങ് ഫോർ എക്കണോമിക് വാല്യൂ ഓഫ് പീപ്പിൾ, ഇത്രയും ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. ഇതൊരു തികച്ചും മോഡേൺ അക്കൗണ്ടിങ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ this accounting concerned with the importance of human resources. എങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സസ്? ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ റിസോഴ്സസ് such as knowledgeable, then trained, committed and loyal employees.
working on the profit earning activity or assets of the business. ആ ബിസിനസിന്റെ പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിലും അസറ്റിലും പണിയെടുക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന അക്കൗണ്ടിങ്ങിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. This accounting provides the top level management regarding the aggregate human resources. നമുക്ക് എന്തുമാത്രം ഹ്യൂമൻ റിസോഴ്സസ് വേണമെന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, and the investment in human resources, replacement cost and economic value of people. People എന്ന് പറയുന്നത് economic value of employees. Then അടുത്തത് ഇതാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറയാം. Then അടുത്തത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല അതിനകത്ത്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഈ നമ്മളിപ്പോ പറയുന്നു ഇന്ന് നമുക്ക് 100 രൂപ കിട്ടുന്നു. ആ 100 രൂപയ്ക്ക് നാളെ കിട്ടുന്ന 100 രൂപയുടെ വാല്യൂ ഉണ്ടായിരിക്കില്ല. The money received today is more worth than money received tomorrow. ഇന്ന് കിട്ടുന്ന പണം, ഇന്നത്തെ 100 രൂപയ്ക്ക് അടുത്ത വർഷം കിട്ടുന്ന 100 രൂപയുടെ വാല്യൂ ഇല്ല. കാലം കഴിയും തോറും പണത്തിന്റെ മൂല്യം കുറയും അല്ലെ. ഇനി അപ്പോ ഇൻഫ്ലേഷൻ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് the adjustment in the value of assets and the profits in the light of changes in price level. പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റത്തെയാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇന്ന് കിട്ടുന്ന 100 രൂപയ്ക്ക് അടുത്ത വർഷം കിട്ടുന്ന 100 രൂപയുടെ വിലയില്ല എന്ന് പറയും. അപ്പൊ ഇന്നത്തെ വിലക്കാണ് ഇന്നത്തെ 100 രൂപയ്ക്കാണ് വർത്ത് കൂടുതൽ. മണി റിസീവ്ഡ് ടുഡേ ഈസ് മോർ വർത്ത് ദാൻ മണി റിസീവ്ഡ് ടുമോറോ. ഇന്ന് കിട്ടുന്ന പണത്തിനാണ് വാല്യൂ കൂടുന്നത്, നാളെ കിട്ടുന്ന പണത്തിന് അത്രയും മൂല്യമില്ല. എന്തുകൊണ്ട് മൂല്യമില്ല? ദാറ്റ് ഈസ് ദി ഇൻഫ്ലേഷൻ. അപ്പോ പണത്തിന്മേലുണ്ടാകുന്ന ചേഞ്ചസ്, പ്രൈസ് ലെവൽ ചേഞ്ചസ് കൂടി കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന അക്കൗണ്ടിങ്ങിനെയാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഈസ് ദ അക്കൗണ്ടിങ് വിച്ച് ടേക്സ് ഇൻ ടു അക്കൗണ്ട് the price level changes. അപ്പോൾ പ്രൈസ് ലെവൽ ചേഞ്ചസ് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള അക്കൗണ്ടിങ്ങിനെയാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തത് വാല്യൂ അക്കൗണ്ടിങ്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് വിച്ച് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ പ്രൈസ് ലെവൽ ചേഞ്ചസ്. സാധനങ്ങളുടെ വിലയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് വിലക്കയറ്റം കൂടി കണക്കിലെടുത്തുകൊണ്ട്, അതാണ് ഇൻഫ്ലേഷൻ, കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന അക്കൗണ്ടിങ് വാല്യൂ അക്കൗണ്ടിങ്. അടുത്തത് വാല്യൂ അക്കൗണ്ടിങ് അല്ല, ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. വാല്യൂ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് ആ പ്രോഡക്റ്റിന് എന്തുമാത്രം കോൺട്രിബ്യൂഷൻസ് അവിടുത്തെ ജീവനക്കാർ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ആൾ കൊടുത്തിട്ടുണ്ടോ, അല്ലാതെ കോൺട്രിബ്യൂഷന്റെ വാല്യൂ ആണ് ആ പ്രോഡക്റ്റിന്റെ വാല്യൂ. നോക്കി, പ്രോഡക്റ്റ് ഈസ് എ റിസൾട്ട് ഓഫ് വേരിയസ് കോൺട്രിബ്യൂഷൻസ്. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസിന്റെ വാല്യൂ ആണ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിന് ഏതെല്ലാം തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ്, വിഭിന്നങ്ങളായ കോൺട്രിബ്യൂഷൻസ് ഇൻഡിവിജ്വൽസ് ഓരോരുത്തരും കൊടുത്തിട്ടുണ്ടോ, ആ കോൺട്രിബ്യൂഷൻസിന്റെ വാല്യൂ ആണ് ആ പ്രോഡക്റ്റ് എന്ന് പറയാം. പ്രോഡക്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ്. അപ്പോ ഓരോ പ്രോഡക്റ്റിന് വേണ്ടിയും ഓരോ ഇൻഡിവിജ്വലും നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്ര, അത് കണ്ടെത്തുക, അത് മനസ്സിലാക്കി പ്രോഡക്റ്റിന്റെ വില തീരുമാനിക്കുക. ഇതാണ് ഈ വാല്യൂ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ്. അടുത്തത് വാല്യൂ അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ആൻഡ് ക്യാപ്ചർ ദീസ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് നോർമലി മെൻഷൻഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് കോൺട്രിബ്യൂട്ടർ. അതായത് ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിന് ഓരോ വ്യക്തിയും നടത്തിയ കോൺട്രിബ്യൂഷന്റെ മൂല്യമാണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന് വിഭിന്നങ്ങളായ വ്യക്തികൾ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് കണ്ടെത്തുക, അത് ഓരോന്നും എത്ര പെർസെൻറ്റേജ് ആണെന്ന് എഴുതുക. ഇപ്പൊ എന്റെ കോൺട്രിബ്യൂഷൻ എത്ര പെർസെൻറ്റേജ്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആ പ്രോഡക്റ്റിൽ എത്ര പെർസെൻറ്റേജ്, ഇങ്ങനെ തീരുമാനിക്കുന്നതാണ്, ഇങ്ങനെ നിശ്ചയിച്ച് കണ്ടുപിടിച്ച് എഴുതുന്നതാണ് വാല്യൂ അക്കൗണ്ടിങ് എന്ന് പറയാം. കാരണം ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ്. അതിന് ഇൻഡിവിജ്വൽ ആയിട്ട് നടത്തുന്ന കോൺട്രിബ്യൂഷന്റെ വാല്യൂ ആണ് ആ പ്രോഡക്റ്റിന്റെ വില.
അപ്പോൾ ഓരോരുത്തരും നടത്തുന്ന കോൺട്രിബ്യൂഷൻ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് അത് കണ്ടുപിടിക്കുക, അത് ക്യാപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒബ്റ്റെയിൻ ചെയ്ത് എഴുതുക. ഇതാണ് വാല്യൂ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ അക്കൗണ്ടിങ് ബ്രാഞ്ചസ് ആണ് പറഞ്ഞത്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പൊ ഇതുവരെ ഉള്ളതെല്ലാം പറഞ്ഞു. വാല്യൂ അക്കൗണ്ടിങ് വരെ ആയപ്പോൾ അത് തീർന്നു. ഇനി നമുക്ക് പറയേണ്ടത്, അപ്പൊ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് പറഞ്ഞു, വാല്യൂ അക്കൗണ്ടിങ് പറഞ്ഞു. നെക്സ്റ്റ് ഫെയർ അക്കൗണ്ടിങ്. ഫെയർ അക്കൗണ്ടിങ് അല്ല, ഫെയർ വാല്യൂ അക്കൗണ്ടിങ് എന്നാണ്. ഫെയർ വാല്യൂ അക്കൗണ്ടിങ്, വാല്യൂ അവിടെ വിട്ടുപോയതാണ്. ഫെയർ വാല്യൂ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ വലിയ പ്രാധാന്യം എന്നുള്ളതല്ല, നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ കറന്റ് മാർക്കറ്റ് വാല്യൂ. കറന്റ് മാർക്കറ്റ്, നമ്മൾ നേരത്തെ പറയും ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്, അത് കറന്റ് മാർക്കറ്റ് വാല്യൂ അല്ല, അത് ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കണക്കിലെടുത്തുകൊണ്ടുള്ള അക്കൗണ്ടിങ് ആണ് ഫെയർ വാല്യൂ അല്ല ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്. ഫെയർ വാല്യൂ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് അറ്റ് ദി കറന്റ് മാർക്കറ്റ് പ്രൈസ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ് അതിൽ നടത്തുന്ന അക്കൗണ്ടിങ് ആണ് ഫെയർ വാല്യൂ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തത് കേൾക്കേണ്ടത് ജേണൽ. ഇത് അക്കൗണ്ടിങ് ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബ്രാഞ്ചസ് ആണ് പറഞ്ഞത്. ഇനി പറയുന്നത് ജേണൽ. അത് വേറൊരു മോഡ്യൂളിൽ അല്ലെങ്കിൽ വേറൊരു ഒന്നിലേക്ക് വരുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. എന്താണ് ജേണൽ എന്ന് പറഞ്ഞാൽ? ജേണൽ ഈസ് എ ക്രോണോളജിക്കൽ റെക്കോർഡ്. റിയലി ജേണൽ ഈസ് ദ ഫസ്റ്റ് ബുക്ക് for recording transactions. It is a book of first entry. It is a book of prime entry. It is a book of original entry. ബിസിനസ് ഇടപാടുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കാണ് ജേണൽ. അതുകൊണ്ട് ഈ ബുക്കിനെ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി എന്ന് പറയും, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയും, ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയും. ദെൻ ഇറ്റ് ഈസ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ. ജേണൽ ഒരു ക്രോണോളജിക്കൽ റെക്കോർഡാണ്. ക്രോണോളജിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ജേണൽ ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് on the basis of the date on which they are incurred. ജേണലിനകത്ത് ഇടപാടുകൾ എഴുതുന്നത് അതുണ്ടായ ആ ഇടപാടുകൾ സംഭവിച്ച തീയതിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ജാനുവരി 1, 2, 3, 4 ഇങ്ങനെയാണ് എഴുതുന്നത്. 5-ാം തീയതി ഇടപാടില്ലെങ്കിൽ 6 എഴുതാം, 5-ാം തീയതി ഇടപാടുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് അത് എഴുതാം. അപ്പോൾ ആ തീയതിയുടെ അതാണ് കാലാനുസൃതം എഴുതുക. ജേണൽ ഈസ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. ജേണൽ ഒരു ക്രോണോളജിക്കൽ റെക്കോർഡ്. ജേണലാണ് ഫസ്റ്റ് ബുക്ക്, ജേണലാണ് പ്രൈം ബുക്ക്, ജേണലാണ് ഒറിജിനൽ ബുക്ക് എന്ന് ഒറിജിനൽ ബുക്ക് എന്ന് പറയും. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് പറയുന്നത്. ബട്ട് ജേണൽ ഈസ് എ സബ്സിഡിയറി ബുക്ക്. പക്ഷേ ജേണൽ ഒരു ഫസ്റ്റ് ബുക്കാണ്, പ്രൈമറി ബുക്കാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, ഫസ്റ്റ് ബുക്ക്, ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്ക് ഓഫ് പ്രൈം എൻട്രി എല്ലാം ശരി. ബട്ട് ജേണൽ ഈസ് എ സബ്സിഡിയറി ബുക്ക്. ജേണൽ ഒരു സബ്സിഡിയറി ബുക്ക് മാത്രമാണ്. ദെൻ അപ്പൊ ഇതാണ് ജേണൽ. കേട്ടുല്ലോ ജേണൽ എന്താണെന്ന്? ജേണൽ ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഇൻ വിച്ച് ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. എല്ലാ ബിസിനസ് ഇടപാടുകളിലും എഴുതുന്ന ആദ്യത്തെ ബുക്കിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, പ്രൈം എൻട്രി ഓർ ഒറിജിനൽ എൻട്രി. ഇറ്റ് ഈസ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. ബട്ട് യു നോ വൺ തിങ്, ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്ക്. ജേണൽ ഒരു സബ്സിഡിയറി ബുക്ക്. ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ബുക്കല്ല ജേണൽ. ജേണൽ ഒരു സബ്സിഡിയറി ബുക്കാണ്. ഇനി ജേണലൈസിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ. പോട്ടെ, ജേണലിനകത്ത് ഇടപാടുകൾ എഴുതുന്ന പ്രവൃത്തിയാണ് ജേണലൈസിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ പറയേണ്ടത്, അവിടെ വിട്ടുപോയതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ എന്ന് പറയുന്നത് സെക്കൻഡ് ബുക്കാണ്. രണ്ടാമത്തെ ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് ഈസ് ദ, അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്ന ലെഡ്ജർ. Ledger is the principal book in which all the accounts are kept. Journal is the first book, but journal is the subsidiary book. Ledger is the principal book in which all the accounts are kept. എല്ലാ അക്കൗണ്ടുകളും വഴി സൂക്ഷിക്കുന്ന ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക് എന്ന് വെച്ചാൽ ലെഡ്ജറാണ്. ലെഡ്ജർ ഈസ് ദ പ്രിൻസിപ്പൽ, PAL. ലെഡ്ജർ ഈസ് ദ പ്രിൻസിപ്പൽ ബുക്ക്. ലെഡ്ജർ ഈസ് ദ കിങ് ഓഫ് ബുക്ക്. ലെഡ്ജർ ഈസ് ദ മെയിൻ ബുക്ക്. ലെഡ്ജറാണ് പ്രിൻസിപ്പൽ ബുക്ക്, ലെഡ്ജറാണ് മെയിൻ ബുക്ക്, ലെഡ്ജറാണ് കിങ് ഓഫ് ബുക്സ്, ബുക്കുകളുടെ രാജാവ്. ഇൻ വിച്ച് ഓൾ ദി അക്കൗണ്ട്സ് ആർ കട്ട്. ബിസിനസ്സിലെ എല്ലാ അക്കൗണ്ടുകളും വഴി സൂക്ഷിക്കുന്ന ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക്, മെയിൻ ബുക്ക്, പ്രിൻസിപ്പൽ ബുക്ക്, കിങ് ഓഫ് ബുക്സ് എന്ന് പറയുന്നതാണ് ലെഡ്ജർ. ദെൻ ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത് പറയാൻ കാര്യം എന്താ? ലെഡ്ജർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ബുക്കാണ്. ഇറ്റ് ഈസ് എ ബുക്ക് കണ്ടെയ്നിങ് സോ മെനി പേജസ് numbered consecutively
and each page in the ledger contains an account. ലെഡ്ജറിലെ ഓരോ പേജിലും ഓരോ അക്കൗണ്ട് ആണ്. അപ്പൊ 500 പേജിലുള്ള ഒരു ലെഡ്ജർ എന്ന് പറയുമ്പോൾ 500 അക്കൗണ്ടുകൾ അതിനകത്തുണ്ടെന്നാണ് അല്ലെ. അപ്പോ വി കൻ സേ ദാറ്റ് ലെഡ്ജർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്. ലെഡ്ജർ ഇസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. അത് ഇതാ കാര്യം. ലെഡ്ജറിന്റെ ഓരോ പേജിലും ഓരോ അക്കൗണ്ടുകളാണ്. അപ്പോൾ ലെഡ്ജർ വലിയൊരു ബുക്കാണ് അല്ലെ. അത് ഒത്തിരി പേജുകളുള്ള ഒരു ബുക്കാണ്. അപ്പൊ 500 പേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് 500 അക്കൗണ്ടുകൾ അടുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. സോ വി കൻ സേ ദാറ്റ് ലെഡ്ജർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് ഓർ ലെഡ്ജർ ഇസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. ലെഡ്ജറിന്റെ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയാം, ലെഡ്ജറിന്റെ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയാം അല്ലെ. ലെഡ്ജർ ആണ് പ്രിൻസിപ്പൽ ബുക്ക്, ലെഡ്ജർ ആണ് മെയിൻ ബുക്ക്, ലെഡ്ജർ ആണ് കിങ് ഓഫ് ബുക്സ്. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ബുക്ക് ഇൻ വിച്ച് ഓൾ ദി അക്കൗണ്ട്സ് ആർ കെപ്റ്റ്. എല്ലാ അക്കൗണ്ടുകളും എഴുതി സൂക്ഷിക്കുന്ന ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ്. ജേണലിനെ നമ്മൾ പറഞ്ഞ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, ബുക്ക് ഓഫ് പ്രൈം എൻട്രി, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബട്ട് ലെഡ്ജർ ഈസ് ദ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി ഓർ സെക്കൻഡറി എൻട്രി. ലെഡ്ജറിന് നമുക്ക് പറയാം ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി എന്ന് പറയാം, അല്ലെങ്കിൽ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് ലെഡ്ജറിന് വിളിക്കും. ലെഡ്ജർ ആണ് പ്രിൻസിപ്പൽ ബുക്ക്, ജേണൽ എന്ന് പറയുന്നത് സബ്സിഡിയറി ബുക്കാണ്. ലെഡ്ജർ ആണ് മെയിൻ ബുക്ക്. ജേണലൈസിങ്, ജേണലിനകത്ത് ഇടപാടുകൾ എഴുതുന്ന പ്രക്രിയ പോട്ടെ ശീല്. പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ലെഡ്ജർ ഈസ് കാൾഡ് പോസ്റ്റിംഗ്. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ ഈസ് കാൾഡ് ജേണലൈസിങ്. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ലെഡ്ജർ ഈസ് കാൾഡ് പോസ്റ്റിംഗ്. ദെൻ നറേഷൻ. കൊച്ചു കാര്യമാണ് നറേഷൻ എന്ന് പറഞ്ഞാൽ. ജേണലിനകത്ത് ഈ നമ്മൾ എഴുതുന്ന ഇത് എന്താണ് എഴുതുന്നത്, ആ റെക്കോർഡിന് പറയുന്ന പേര് ജേണൽ എൻട്രി എന്നാണ്. കൊടുത്തിട്ടില്ല, നിങ്ങൾ കേട്ടോണം. ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ ജേണല് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് എന്ത് ജേണൽ അല്ലെ. ജേണലിനകത്ത് എന്ത് രേഖയാണോ എഴുതുന്നത് അതിന് പറയുന്ന പേരാണ് ജേണൽ എൻട്രി. ജേണൽ എൻട്രി ഈസ് ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദി ജേണൽ. ജേണലൈസിങ് മീൻസ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദി ജേണൽ. ജേണൽ എൻട്രി മീൻസ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദി ജേണൽ. ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് പഠിക്കാത്ത ഒരാളിന് അത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം ഒരുപാട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ടാവും. ഇപ്പൊ യൂസുഫ് അലി മുതലാളി, അദ്ദേഹം കോടിക്കണക്കിന് രൂപ മുടക്കി ബിസിനസ് ചെയ്യുന്നു. അദ്ദേഹം ഒരുപക്ഷെ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പണം മുടക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് ജോലി ചെയ്യുന്ന നിങ്ങൾ എന്താണ് ഈ ബുക്കിനകത്ത് അക്കൗണ്ട് ബുക്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയേണ്ട ഒരു അവകാശം ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അതറിയണം, അദ്ദേഹത്തെ പോലുള്ളവർക്കും അറിയണം. അക്കൗണ്ടിങ് അറിയാവുന്ന നിങ്ങൾ കുറച്ചു പേര് മാത്രമാണ്. നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് അവർക്ക് കൂടി അറിയാം. അതുകൊണ്ട് ഈ ഇടപാടുകൾ ജേണലിനകത്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു, അതായത് ജേണലൈസ് ചെയ്യുന്നു. അത് എന്താണ് അതിനകത്ത് എഴുതി വെക്കുന്നത്, അതിന് ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്. ഈ ജേണൽ എൻട്രി മറ്റുള്ളവർക്ക് കേട്ടാൽ മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ പർച്ചേസസ് അക്കൗണ്ട് അറ്റ് ക്യാഷ് എന്ന്. അക്കൗണ്ട് പഠിച്ചവന്, അക്കൗണ്ടിങ് പഠിച്ചയാളിനറിയാം ഇത് കാശ് കൊടുത്ത് ദാനം വാങ്ങിയെന്നാണ്. പക്ഷേ പണം മുടക്കിയ മുതലാളിക്ക് അറിയത്തില്ല. അദ്ദേഹത്തെ പോലുള്ളവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി ജേണലിനകത്ത്, ജേണൽ എൻട്രിക്ക് താഴെ ബ്രാക്കറ്റിനകത്ത് ആ ഇടപാടിന്റെ ഒരു ലഘു വിവരണം എഴുതി വെക്കും. ആനയുടെ പടം വരച്ചിട്ട് ഇത് ആനയാണെന്നറിയാൻ അതിന് താഴെ നമ്മൾ ആനയെന്ന് എഴുതൂലേ. അത് ആ പടം മോശമായത് കൊണ്ടാവണമെന്നില്ല. നമ്മൾ ആനയെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ആ പടം മോശമായത്. ആനയെ കണ്ടിട്ടില്ലാത്ത നമ്മളാണെങ്കിൽ, വേറെ ഏതൊക്കെയോ രാജ്യത്താണ് ആനയുള്ളത്. അപ്പോ ആ ആനയുടെ പടം വരച്ചിട്ട് ഇതാണ് അവിടുത്തെ ആന എന്ന് അടിക്ക് എഴുതി വെക്കുന്ന സ്വാഭാവികമായും ശരിയല്ലേ? ഇതാണ് നറേഷൻ എന്ന് പറയുന്നത്. ജേണലിനകത്ത് ജേണൽ എൻട്രിക്ക് താഴെ ബ്രാക്കറ്റുകൾക്കുള്ളിൽ ട്രാൻസാക്ഷന്റെ ഒരു ലഘു വിവരണം കൊടുക്കും. ആ വിവരണത്തിന് പറയുന്ന പേരാണ് നറേഷൻ. നറേഷൻ ഈസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഗിവൺ ഇൻ ദി ജേണൽ ബിലോ ദ ജേണൽ എൻട്രി വിത്തിൻ ബ്രാക്കറ്റ്സ്. ഇതാണ് നറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജേണലായി, ജേണലൈസിംഗ് ആയി, ജേണൽ എൻട്രി ആയി, നറേഷൻ ആയി, ലെഡ്ജറായി, പോസ്റ്റിംഗ് ആയി. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലെഡ്ജറിനകത്ത് ഇടപാടുകൾ എഴുതുന്ന പ്രവൃത്തിയാണ് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ലെഡ്ജർ. ലെഡ്ജറിനകത്ത് ഇടപാടുകൾ എഴുതുന്ന പ്രവൃത്തിക്കാണ് പോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പൊ അവിടെ ഒരു കാര്യം കൂടെ ഉള്ളത്, ലെഡ്ജറിനകത്ത് ഇടപാട് എഴുതുക എന്ന് പറയുമ്പോൾ ആദ്യം ഇടപാട് ജേണലിൽ എഴുതിയല്ലോ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ജേണൽ എൻട്രീസ് ഫ്രം ദി ജേണൽ
to the ledger is called posting. അല്ലെങ്കിൽ നേരിട്ട് പറയുകയാണെങ്കിൽ the process of recording transactions in the ledger is called posting. അതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കി. ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, നെറ്റ്വർത്ത്. ഇത് നമ്മൾ മറ്റൊരു ഇത് തീർന്നതിന് ശേഷമുള്ള ഒരു യൂണിറ്റിൽ ഇത് കൃത്യമായി വരുന്നതാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മീനിങ് മാത്രം പറയാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലേ? അതിന്റെ മീനിങ് ആണ്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാം, എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോ ഇനി ഈ ഡബിൾ എൻട്രി സിസ്റ്റം, സിംഗിൾ എൻട്രി സിസ്റ്റം, ഇങ്ങനെ പറയുന്ന കുറെ അക്കൗണ്ടിങ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഈ ജേണലായി, ജേണലൈസിംഗ് ആയി, ജേണൽ എൻട്രി ആയി, നറേഷനായി, ലെഡ്ജറായി, പോസ്റ്റിംഗ് ആയി. ഇനി നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ടേംസിന്റെ എല്ലാ എക്സ്പ്ലനേഷൻ പറയണം. ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, നെറ്റ്വർത്ത്, അത് ടാഞ്ചിബിൾ നെറ്റ്വർത്ത്, അസറ്റ്, അതിൽ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ലയബിലിറ്റീസ്, ഷോർട്ട് ടേം, ലോങ് ടേം, കണ്ടിൻജന്റ്. അടുത്ത് ഡെറ്റേഴ്സ്, അത് തന്നെ സൺട്രി ഡെറ്റേഴ്സ്, ബുക്ക് ഡെറ്റ്, അക്കൗണ്ട് റിസീവബിൾ, ക്രെഡിറ്റ് സെയില്, ക്രെഡിറ്റ് സെയിലാ, ലയബിലിറ്റി ടു പേ മണി. അടുത്തത് ബാഡ് ഡെറ്റ്, ക്രെഡിറ്റേഴ്സ്, ബിൽ റിസീവബിൾ, ബിൽസ് പേയബിൾ, സ്റ്റോക്ക്, അത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നീട് അസറ്റ്സ്. ഇത് മറ്റൊരു മോഡ്യൂളിൽ ഉള്ളതാണ്, ഇതിനിടയ്ക്ക് കയറ്റി എഴുതിയതാണ്. അത് ആൾവേസ് ക്രെഡിറ്റ് ബാലൻസ്. ശരി, നമുക്ക് പറയാം. അത് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഓരോന്ന് കൃത്യമായി പറഞ്ഞു. ഇപ്പൊ പറഞ്ഞാൽ അത് ഇപ്പൊ ഓരോന്ന് നിങ്ങൾ പറയുന്നതിരിക്കട്ടെ. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങ് പറയാം. എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ is the term or capital indicates the amount invested by the proprietor in the business. ഒരു ബിസിനസിന്റെ പ്രൊപ്പറേറ്റർ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം എത്രയാണോ അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ the term used for indicating the proprietor's investment in the business. ഒരു പ്രൊപ്പറേറ്റർ ബിസിനസ് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ ആ ഇൻവെസ്റ്റ്മെന്റിനെയാണ് ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന് പറയുന്നത്. തീർന്നല്ലോ. അടുത്ത ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ദ വിഡ്രോവൽസ് മെയ്ഡ് ബൈ ദി പ്രൊപ്പറേറ്റർ ഫ്രം ദി ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഓർ പ്രൈവറ്റ് യൂസ് ഓർ ഡൊമസ്റ്റിക് പർപ്പസ്. അപ്പൊ ബിസിനസ്സിലേക്ക് പ്രൊപ്പറേറ്റർ കൊണ്ടുവന്ന പണമാണ് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ. എന്നാൽ ഈ ബിസിനസ്സിൽ നിന്ന് ആ ബിസിനസിന്റെ പ്രൊപ്പറേറ്റർ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. അപ്പൊ ക്യാപിറ്റല്, ഡ്രോയിങ്സ്. അടുത്ത നെറ്റ്വർത്ത്. നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ ആ ബിസിനസ്സിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും ലാഭമോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ്, റിസർവ്സ്, സർപ്ലസ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയും. അപ്പൊ ക്യാപിറ്റലും ആ ബിസിനസ്സിലെ എന്താ നമ്മൾ പറയാ, പ്രോഫിറ്റ്, ക്യാപിറ്റല്, പ്രോഫിറ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇവകളെല്ലാം കൂടെ കൂട്ടുന്നതാണ് നെറ്റ്വർത്ത് എന്ന് പറയും. അല്ലെങ്കിൽ നെറ്റ്വർത്ത് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗമുള്ളത്, ഒരു ബിസിനസിന്റെ ടോട്ടൽ അസറ്റിൽ നിന്ന് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് കുറയ്ക്കണം. അപ്പൊ അത് കൃത്യമായി മനസ്സിലാവാൻ ഞാനിത് അറച്ചത് പറയാം. നമ്മൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഒക്കെ പഠിക്കുമ്പോൾ
നമുക്കിത് കുറച്ച് വളരെ കൃത്യമായി മനസ്സിലാവും. അതുകൊണ്ടാണ് പറയാതിരുന്നത്. അപ്പോൾ ഞാനത് ഇപ്പൊ നെറ്റ്വർത്ത് എന്ന് പറയുന്ന രണ്ട് തരത്തിൽ പറയാം. ക്യാപിറ്റല്, പ്രോഫിറ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്ത് പ്രോഫിറ്റ് ഉണ്ട് എങ്കിലും ഞാനിത് എടുത്തു പറഞ്ഞെന്നുള്ളൂ. ക്യാപിറ്റലും പ്രോഫിറ്റും മറ്റ് റിസർവ്സും സർപ്ലസും എല്ലാം കൂടെ കൂട്ടുന്നതാണ് നെറ്റ്വർത്ത് എന്ന് പറയും. നെറ്റ്വർത്ത് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ നെറ്റ് അസറ്റ് എന്ന് പറയും. നെറ്റ്വർത്ത് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്. ഇനി അതുപോലെ തന്നെയാ ഈ നെറ്റ്വർത്ത് മറ്റൊരു തലത്തിലും കണ്ടുപിടിക്കാം. ടോട്ടൽ അസറ്റ് മൈനസ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. രണ്ടു തരം ലയബിലിറ്റി ഉണ്ട് ബിസിനസ്സിന്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അത് പിന്നെ പറയാം. അപ്പൊ എക്സ്റ്റേണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് കൊടുക്കാനുള്ളത്. ഒരു ബിസിനസിന്റെ മൊത്തം അസറ്റിൽ നിന്ന് എക്സ്റ്റേണൽ ലയബിലിറ്റി കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് നെറ്റ് വർത്ത് എന്ന് പറയുക. ടോട്ടൽ അസറ്റ് മൈനസ് എക്സ്റ്റേണൽ ലയബിലിറ്റി ഈസ് കാൾഡ് നെറ്റ് വർത്ത്. ബിസിനസിന്റെ ടോട്ടൽ അസറ്റിൽ നിന്ന് എക്സ്റ്റേണൽ ലയബിലിറ്റി കുറച്ചാൽ നെറ്റ് വർത്ത് കിട്ടും. നെറ്റ് വർത്ത്. അപ്പൊ നെറ്റ് വർത്ത് കണ്ടുപിടിക്കാൻ രണ്ട് മാർഗമാണ്. ഏതൊക്കെ? ക്യാപിറ്റലും പ്രോഫിറ്റും റിസർവ്സും സർപ്ലസും എല്ലാം കൂടെ കൂട്ടിയാൽ നെറ്റ് വർത്ത് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന തുക തന്നെയാണ് കണ്ടുപിടിക്കാൻ മറ്റൊരു മാർഗം. ടോട്ടൽ അസറ്റ് മൈനസ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള പണം. ഒരു ബിസിനസ്സിന് രണ്ടു തരം ലയബിലിറ്റി ഉണ്ട്. അത് നമ്മൾ അടുത്ത് പറയുമ്പോഴേ മനസ്സിലാവും. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസിന്റെ ലയബിലിറ്റിയാണ്. അത് ആരോടുള്ള ലയബിലിറ്റി? ഓണറോടുള്ള ലയബിലിറ്റി. മറ്റ് പുറത്തുള്ളവരെ നിന്ന് കടമെടുക്കുന്നതും ബിസിനസിന്റെ ലയബിലിറ്റിയാണ്. അത് ആരോടുള്ള ലയബിലിറ്റി? ആ ലയബിലിറ്റി ആരോടുള്ള ലയബിലിറ്റി? എക്സ്റ്റേണൽ പാർട്ടീസ്, ഔട്ട്സൈഡേഴ്സിനോടുള്ള ലയബിലിറ്റി. യഥാർത്ഥത്തില് ഈ ഔട്ട്സൈഡേഴ്സിനോടുള്ള ലയബിലിറ്റിയാണ് യഥാർത്ഥ ലയബിലിറ്റി. ഓണേഴ്സിനോടുള്ള ലയബിലിറ്റിക്ക് നമ്മൾ പറയുന്ന പേര് ക്യാപിറ്റൽ എന്നാണ്. അത് നമ്മൾ ക്ലിയർ ആയി അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, ഒരു ഇതുണ്ട്. അതായത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഇത് നമ്മൾ വളരെ ക്ലിയർ ആയി പറഞ്ഞു തരും. അപ്പോ ബിസിനസ്സിന് രണ്ടു തരം ലയബിലിറ്റി ഉണ്ടെന്ന് കേൾക്കുക. ഒന്ന് ക്യാപിറ്റലും മറ്റൊന്ന് മിയർ ലയബിലിറ്റി. യഥാർത്ഥ ലയബിലിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലയബിലിറ്റിയാണ്. അത് ഇന്റേണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ടു ഓണേഴ്സ് ആണ്. അതിന്റെ പേരാണ് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ ഒരു ലയബിലിറ്റിയാണ്. അതിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. എല്ലാം പിന്നെ പറയാന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ നെറ്റ് വർത്ത് എന്ന് പറയുന്ന രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം. എങ്ങനെയൊക്കെ? ക്യാപിറ്റലും പ്രോഫിറ്റും റിസർവ്സും സർപ്ലസും കൂടെ കൂട്ടിയാൽ, റിസർവ്സും സർപ്ലസും എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോഫിറ്റ് വരും എങ്കിലും ഞാൻ പറഞ്ഞാണ് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് നെറ്റ് വർത്താണ്. അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ടോട്ടൽ അസറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എക്സ്റ്റേണൽ ലയബിലിറ്റി കുറച്ചാൽ, എക്സ്റ്റേണൽ ലയബിലിറ്റി എന്ന് പറയുന്നത് നാട്ടുകാർക്കുള്ള ലയബിലിറ്റി, അത് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി കുറച്ചാൽ നെറ്റ് വർത്ത് കിട്ടും. അടുത്തത് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് പേയബിൾ, കൊടുക്കാനുള്ള തുകയ്ക്ക് ലയബിലിറ്റി എന്ന് പറയും. ഒബ്ലിഗേഷൻ ടു പേ, കൊടുക്കാനുള്ള തുകയാണ് ലയബിലിറ്റി. അതൊന്നും പറയാനൊന്നുമില്ല. അതിൽ ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്, കണ്ടിൻജന്റ്. ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി തിരിച്ചു കൊടുക്കേണ്ട തുകയാണല്ലോ. ലയബിലിറ്റി വിച്ച് ഈസ് റീപേയബിൾ within 1 year or within an operating cycle. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 1 വർഷം എന്നാണ്. അതെന്താണ് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഉൽപാദനത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നു പണം കൊടുത്തിട്ട്, അത് പിന്നെ ഉൽപ്പാദിപ്പിച്ച് കൺവേർട്ട് ചെയ്ത് കാശാക്കി മാറ്റുന്നു. മക്കളെ, ഈ കാലഘട്ടത്തിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ദ പീരീഡ് in between purchase of assets for processing
and their realization into cash. The period between purchase of assets for processing. Purchase of assets for processing എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അരിയും ഗോതമ്പും ഉഴുന്നും ഒക്കെ വാങ്ങുന്നു. ഇത് ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ട് ദോശയോ അപ്പോ ഒക്കെ ആക്കി കൊടുക്കണമല്ലോ. അപ്പോ ഈ അരിയും ഗോതമ്പും ഉഴുന്നും അതൊക്കെ നമ്മുടെ എന്താണ്? അസറ്റ്സ് ആണ്. അത് വേറൊരു തരം അസറ്റ്, കറണ്ട് അസറ്റ് എന്ന് പറയും. പോട്ടെ, അത് പിന്നെ പറയാം. പർച്ചേസ് ഓഫ് അസറ്റ്സ് ഫോർ പ്രോസസിങ് ആൻഡ് their റിയലൈസേഷൻ ഇൻ ടു ക്യാഷ്. ഇതിനെടുക്കുന്ന കാലയളവിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയാം. അത് നോർമലി 1 വർഷം ഒന്ന് കൂട്ടും. നിങ്ങൾ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പഠിച്ചില്ലെങ്കിലും 1 വർഷത്തിനകത്ത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതകളെ, ലോൺ ബാധ്യതയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം ലയബിലിറ്റി എന്നും, ലയബിലിറ്റീസ് ടു ബി ഡിസ്ചാർജ്ഡ് വിത്തിൻ 1 ഇയർ. 1 വർഷത്തിനകത്ത് തിരിച്ചു കൊടുക്കണ്ട എങ്കിൽ, ഒരിക്കലും തിരിച്ചു കൊടുക്കണ്ടെന്നല്ല, 1 വർഷത്തിനകത്ത് തിരിച്ചു കൊടുക്കേണ്ടാത്ത ബാധ്യതയാണെങ്കിൽ അതിനെ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയും. അപ്പോ നമ്മൾ തന്നെ ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനകത്ത് കൊടുക്കേണ്ടത്, ലോങ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനകത്ത് തിരിച്ചു കൊടുക്കേണ്ടത്. ഇനി കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി കുറച്ചുകൂടി പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഞാൻ അതുകൂടെ പറഞ്ഞു നിർത്താം. കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, കേട്ടോളൂ, കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നു, ഇന്ന് രാത്രി 12 മണിക്ക് ഇന്ന് രാത്രി 12 മണിക്ക് മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 50,000 രൂപ തരാം. അപ്പൊ ഈ 50,000 രൂപ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞത് രാത്രി 12 മണിക്ക് മഴ പെയ്യുകയാണെങ്കിലാണ്. അപ്പോ ഈ 12,000 രൂപ അല്ല 50,000 രൂപ, ഈ 50,000 രൂപ ഇപ്പോഴെനിക്ക് ലയബിലിറ്റി അല്ല. ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളൂ, രാത്രി 12 മണിക്ക് മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ തരാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ രാത്രി 12 മണി വരെ കാത്തിരിക്കണം. ഇന്ന് 11 10:30 11 11:30 12 12 മണിക്ക് ഒന്നുകിൽ മഴ പെയ്യും അല്ലെങ്കിൽ പെയ്യാതിരിക്കും. പെയ്യുകയാണെങ്കിൽ ഇത് എന്റെ ലയബിലിറ്റി ആവും. ഞാൻ നിങ്ങൾക്ക് 50,000 രൂപ തരണമല്ലോ. പെയ്തില്ലെങ്കിൽ തരണ്ട. ഈ സുനായിക്ക് പറയുന്ന പേരാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി. കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒരു തരം ലയബിലിറ്റിയാണ്. ഇറ്റ് ഈസ് എ ലയബിലിറ്റി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ലയബിലിറ്റി ആസ് ഓൺ ദി ഡേറ്റ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അതായത് ഇപ്പോ ഇതൊരു ലയബിലിറ്റി ആണ്, പക്ഷെ ഇപ്പോ ഇതൊരു ലയബിലിറ്റി അല്ല, അല്ലേ? അതായത് ഇപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു 50,000 രൂപ തരാം, അത് രാത്രി 12 മണിക്ക് മഴ പെയ്യുകയാണെങ്കിൽ അപ്പോഴുവരെ ഇത് ലയബിലിറ്റി അല്ല. ഇറ്റ് വിൽ ബിക്കം എ ലയബിലിറ്റി upon the happening of an uncertain event in the future. ഇതൊരു ലയബിലിറ്റി ആവും. എപ്പോഴാണ്? ഭാവിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ സംഭവം എന്ന് പറയുന്നത് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതൊരു അൺസർട്ടൺ ഈവന്റ് ആണ്. മഴ പെയ്യാം, പെയ്യാതിരിക്കാം. അതുകൊണ്ട് അതിനെ സർട്ടൺ ഈവന്റ് എന്ന് പറയാൻ പറ്റില്ല. അതൊരു അൺസർട്ടൺ ഈവന്റ് ആണ്. സംഭവിക്കുമെന്നോ സംഭവിക്കില്ലെന്നോ ഉറപ്പില്ലാത്ത ഒരു സംഭവം, അതാണ് അൺസർട്ടൺ ഈവന്റ്. ഇത് നടക്കുമെന്നോ നടക്കത്തില്ലെന്നോ ഉറപ്പില്ല, രണ്ടിലും ഉറപ്പില്ല. ആ സംഭവത്തെയാണ് അൺസർട്ടൺ ഈവന്റ് എന്ന് പറയുന്നത്. ആ ഈവന്റ് നടക്കുകയാണെങ്കിൽ ഇത് ലയബിലിറ്റി ആവും, അതുവരെ ഇത് ലയബിലിറ്റി ആവില്ല. അങ്ങനെയുള്ള ലയബിലിറ്റിയാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ബാലൻസ് ഷീറ്റിനകത്ത് ഈ ബാധ്യത കാണിക്കാൻ പറ്റില്ല. പിന്നെ കാണിക്കും, അത് വേറൊരു പ്രശ്നം. പോട്ടെ, അത് പറയാം, പിന്നീട് പറഞ്ഞുതരാം. അപ്പോ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നടക്കുമെന്നോ നടക്കത്തില്ലെന്നോ ഉറപ്പില്ലാത്ത ഒരു സംഭവം, അത് ഭാവിയിൽ സംഭവിക്കുകയാണെങ്കിൽ ഇത് ലയബിലിറ്റി ആവും. അതാണ് ഈ അൺസർട്ടൺ ഈവന്റ്. ഇറ്റ് വിൽ ബിക്കം എ ലയബിലിറ്റി അപ്പോൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൺ ഈവന്റ് ഇൻ ദി ഫ്യൂച്ചർ. അപ്പൊ ഇപ്പൊ രാത്രി 12 മണിക്ക് മഴ പെയ്യുമെന്നുള്ളത് ദാറ്റ് ഈസ് ആൻ അൺസർട്ടൺ ഈവന്റ്. പെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല, പെയ്യത്തില്ലെന്ന് ഉറപ്പില്ല.
ഈ ഉറപ്പില്ലാത്ത സംഭവം നടന്നാൽ ഇത് ലയബിലിറ്റി ആവും. ഞാൻ പറഞ്ഞിരിക്കുന്ന 50,000 രൂപ എന്റെ ലയബിലിറ്റി ആവും. ഇങ്ങനെയുള്ള ലയബിലിറ്റിയാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന്. ഇറ്റ് ഈസ് എ റിയലി കണ്ടിൻജന്റ് ലയബിലിറ്റി ഈസ് എ ഫ്യൂച്ചർ ലയബിലിറ്റി. കണ്ടിൻജന്റ് ലയബിലിറ്റി ഒരു ഫ്യൂച്ചർ ലയബിലിറ്റിയാണ്, അല്ലെ? അറ്റ് പ്രസന്റ് ഇറ്റ് ഈസ് നോട്ട് എ ലയബിലിറ്റി. It will become a liability upon the happening of an uncertain event in the future. അത് വിട്ടുപോരും. ഭാവിയിൽ ഒരു സംഭവം, ആ സംഭവം ഉറപ്പില്ല, ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. ആ സംഭവം നടക്കുകയാണെങ്കിൽ ഇത് ലയബിലിറ്റി ആവും. ഇങ്ങനെയുള്ള ലയബിലിറ്റിയാണ് നമ്മൾ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറയാം. അപ്പോ ക്ലാസ് കുറച്ച് കഴിഞ്ഞു, കുറേ അധികം സമയമായെന്ന് തോന്നുന്നു. നമുക്ക് നിർത്താം, അല്ലേ? അങ്ങനെയല്ലേ? ഒരുപാട് സമയം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് നിർത്താം. ഞാൻ കുറച്ച് സ്പീഡിലാണ് കാര്യങ്ങൾ പറഞ്ഞത്, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതില് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് എനിക്ക് തോന്നിയതൊക്കെ ഞാനത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ഇത് തന്നെ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോവും. നിങ്ങൾ കൂടെ വരാൻ പരമാവധി ശ്രമിക്കണം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരും എന്ന് ഉറപ്പുള്ള കാര്യം ഞാൻ കൃത്യമായി പറഞ്ഞു പോകും. കേട്ടല്ലോ? ശരി, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നിങ്ങള് ആത്മാർത്ഥമായി ഒന്ന് ശ്രമിക്കണം. ഒരു 3-4 മാസമല്ലേ ഉള്ളൂ. 3-4 മാസം ഒന്ന് ശ്രമിക്കുക. കാരണം പിന്നെ ജീവിതകാലം മൊത്തം നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നതല്ലേ. അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിക്കുമെന്നുള്ള വിശ്വാസത്തെ ക്ലാസ് ഇന്ന് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.